എന്നിട്ട് ഈ കുട്ടി ഇത് ടീച്ചറോടൊക്കെ പോയി പറഞ്ഞു റിപ്പോർട്ട് ചെയ്തു. ടീച്ചർ പറഞ്ഞാട്ട് ടീച്ചറൊക്കെ ചൂടായി. എന്താ വിചാരിച്ചേ, നിങ്ങൾ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ലല്ലോ, അതെ ഇത് ഒപ്പനക്കുള്ള പുതിയ എണ്ണ അല്ലാതെ ശരിക്കുള്ള പുതിയ എണ്ണ അല്ലാതെ. ഒരു പയ്യൻ ക്ലബ്ബിന്ന് ഇങ്ങനെ വൻ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്നു വന്നേ. അതല്ല ഹൈലൈറ്റ്, ഇവന്റെ ഒരു തോളത്തൊരു പെൺകുട്ടി, റൈറ്റ് തോളത്ത് വേറൊരു പെൺകുട്ടി, ലെഫ്റ്റിക്കും കിസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അത് ഇതായി, പിന്നെ റൈറ്റിലേക്ക് എന്തോരം സ്പ്രെഡ് ഓഫ് വൈറസ് അല്ല, ബാക്ടീരിയ. പേരൻസും ഫാമിലി ഒക്കെ ഇവിടെ ഇങ്ങനെ കാർപ്പറ്റ് ഒക്കെ ഇട്ട് ഫുഡൊക്കെ അങ്ങനത്തെ. ഞാനിങ്ങനെ കുതിര പോലെ ലിറ്ററലി ഇവിടെ എന്റെ ഫാമിലിക്കാണ് ഓരോ മുന്നിക്കൂടെ ഞാൻ അപ്പുറത്ത്. Hey everyone, welcome to the best comedy podcast in India, After Hours Malayalis. ഇന്ന് നമ്മൾ പല സ്റ്റോറീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, നമ്മൾ സമയം വൈകിപ്പിക്കണം, അത് നേരെ എപ്പിസോഡിലോട്ട് കടക്കാം. ഓക്കെ, എൻ്റെ പുതിയ വ്ളോഗ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ ഒരു സങ്കട വാർത്ത പറയാണ്ട്, എൻ്റെ കസിൻ എന്നെ വിട്ട് പോയിരിക്കുന്നു ഗൈസ്. എൻ്റെ അടുത്തുനിന്ന് 2400 കിലോമീറ്റർ ദൂരത്തേക്കാണ് പോയിട്ടുള്ളത്. ഞാൻ ഈ പോഡ്കാസ്റ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഹിറ്റായിട്ട് അവന് ഗതി പിടിച്ച് പോകാൻ അവൻ കുറേ കാലം ആശിച്ചു. പക്ഷെ പോഡ്കാസ്റ്റ് ഒന്നും ഗതി പിടിക്കാത്തതുകൊണ്ട് അവന് മാറിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ അൻസലിന്റെ ഓർമ്മയ്ക്ക് ഞാൻ അൻസൽ മറന്നു വെച്ച് പോയ സ്റ്റാർ വാർസിന്റെ വലിയൊരു കൂട്ടിയിട്ടിട്ടാണ് അൻസലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. സോ എൻ്റെ വ്ളോഗ്സ് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കി, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതാണ്. പല പുതിയ വ്ളോഗ്സ് ഇറങ്ങിയിട്ടുണ്ട്, കണ്ടു. എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട്. ഞാൻ കാനഡയിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത ജോബ് എന്താന്ന് വെച്ചാൽ ഒരു നൈറ്റ് ക്ലബില് ഒരു ഹോട്ട് ഡോഗ് സ്റ്റാൻഡിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതിന് മുന്നൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാൻ കാനഡയിൽ വന്നിറങ്ങി, ഞാൻ ഫസ്റ്റ് ആയിട്ട് കോളേജിൽ പോയിട്ട് നമ്മളിവിടെ കാനഡയിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മള് സ്റ്റുഡന്റ് ID കിട്ടാൻ വേണ്ടിയിട്ട് ലൈനിൽ നിൽക്കും. അങ്ങനെ ഞാൻ ലൈനിൽ നിന്നപ്പോ എന്റെ മുന്നിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരാളുണ്ടായിരുന്നു, ഒരു പയ്യൻ, എന്റെ അതേപോലത്തെ ഒരു പയ്യൻ. കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായി ഇവര് അറബാണെന്ന്. ഇവന്റെ ഫാദറിന്റെ കൂടെയും ഒരു അനിയന്റെ കൂടെയാ വന്നിട്ടുള്ളത്. ഫാദറിനെ കണ്ട നല്ല മുത്തക്കിയായ ഒരു മനുഷ്യൻ, അതായത് നല്ല ദീനിബോധം, നല്ല ദൈവപേടിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. അപ്പൊ ഞാനിങ്ങനെ നല്ലൊരു മനുഷ്യൻ എന്നൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇവര് വല്ല സിറിയ, ഫലസ്തീനോ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഇവര് റെഫ്യൂജീസ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നൊക്കെ. എന്നിട്ട് ഇവര് എന്റെ നേരെ മുന്നിൽ ഇവരായിരുന്നു. അങ്ങനെ ഇവര് ഈ സ്റ്റുഡന്റ് IDന്റെ അടുത്ത് പോയപ്പം ഇവരെ റെഫ്യൂജീന്റെ പേപ്പറൊക്കെയാ കാണിച്ചത്, പാസ്പോർട്ടിന് പകരം. ഒരു പറഞ്ഞു ഞങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുന്നേ ഉള്ളൂ, ഞങ്ങൾ റെഫ്യൂജീസ് ആണെന്നൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇയാൾക്ക് എന്തായാലും ഒരു ലേറ്റ് 40s അല്ലെങ്കിൽ ഏർലി 50s ഒക്കെ ആയിരിക്കും ഇയാളുടെ ഈ ഫാദറിന്റെ ഏജ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, 50 വയസ്സ് വരെ ഒരു അറബ് കൺട്രിയിലൊക്കെ ജീവിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മൂപ്പർക്ക് ഇംഗ്ലീഷൊന്നും അധികം അറിയില്ല. ഇനി ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കണം, പുതിയ കൾച്ചറായിട്ട്. ഈ കനേഡിയൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് കൾച്ചറാണല്ലോ. ഈ കൾച്ചറായിട്ട് മൂപ്പർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളൊക്കെ ചൂസ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാ, മൂപ്പർക്ക് ചോയ്സ് ഇല്ലാതെ. അത് മൂപ്പരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി ആയിട്ടാ വന്നത്. മൂപ്പരുടെ അവിടെ ഉണ്ടാക്കിയ ഫ്രണ്ട്സ്, മൂപ്പര് സ്ഥിരമായിട്ട് പോണ ഒരു ചായക്കട ചിലപ്പോ ഉണ്ടാകും, അതൊന്നും ഇനി മൂപ്പർക്ക് ഇല്ല. മൂപ്പർക്ക് സ്ഥിരമായി ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റ്സ്, അത് മൂപ്പർക്കില്ല. നെയ്ബർഹുഡ്, മൂപ്പര് ചൈൽഡ്ഹുഡിൽ പോയ സ്ഥലങ്ങള്, വീട്, കുടുംബക്കാര്, ഇതൊക്കെ വിട്ടൊഴിഞ്ഞ് ചോയ്സ് ഇല്ലാതെ ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ കണ്ട്. എന്നിട്ട് ഞാൻ ഇവനും കണ്ടു, ഇവൻ എന്റെ പ്രായമുണ്ട്. അപ്പൊ ഇവന് ഈ ഫാദറിന്റെ അത്ര ഇല്ലെങ്കിലും എന്നാലും ഇവൻ അത് ഉണ്ടാകുമല്ലോ, ചൈൽഡ്ഹുഡ് ഇവനും വന്നതാണല്ലോ. ഞാന് അപ്പൊ കണ്ടപ്പോ ചോയ്സ് ഇല്ലാതെ വരുന്ന ഡിഫറെന്റ് ആണ് സെമീറ. എന്നാലും എന്താണ് അവിടെ യുദ്ധം നടക്കുകയാണ്. അതൊക്കെ അല്ല ഞാൻ പറയാ, ഒരു പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോ ഞാനിങ്ങനെ എത്ര 18 അല്ലായിരുന്നോ? 18 വയസ്സ്. അപ്പൊ പ്രായം എന്ന് പറയുമ്പോ ഇവന്റെ അനിയനും ഉണ്ട്. അപ്പൊ എന്റെ അനിയനെ ഞാൻ മൈൻഡ് ആക്കില്ല, അവന് ഇവിടെ വേഗം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇവന് വലിയ വിലയൊന്നുമില്ല, ഇവന് അഡ്ജസ്റ്റ് ആയി പോകും. ഇവന് പെട്ടെന്ന് കനേഡിയനായി മാറും, കാരണം ഇവന് വളരെ ഏർലിയാണ്. പക്ഷെ ഇവനും ഇവന്റെ ഫാദറിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര
വിഷമം തോന്നി. എന്നിട്ട് പിന്നെ അന്ന് ഞാൻ ഇവനെ ലാസ്റ്റായി കണ്ടത്, പിന്നെ അവനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എന്റെ വർക്കൊക്കെ തപ്പി ഞാൻ ഈ ഹോട്ട് ഡോഗ് സ്റ്റാൻഡിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് എനിക്ക് ഈ നൈറ്റ് ക്ലബിലെ ഹോട്ട് ഡോഗ് സ്റ്റാൻഡിൽ എനിക്ക് പിന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഡൗൺ ടൗണിലെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു ഹോട്ട് ഡോഗ് സ്റ്റാൻഡ്. അങ്ങനെ ഒരു പ്രാവശ്യം അവിടെ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നു. അപ്പം ഇവന് റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അങ്ങനെ ഇതാ പയ്യനല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചോ എന്തായിരിക്കില്ല ഇവന്റെ ലൈഫ്, എങ്ങനെ ആവോ. ഇവൻ എന്നെ അറിയേയില്ല, ശരിക്കും ഇവനെ മനോഹരം അറിയുന്ന പോലെ. അങ്ങനെ ഞാൻ ഇതാക്കി. പിന്നീട് വീണ്ടും എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഈ നൈറ്റ് ക്ലബിലെ ഹോട്ട് ഡോഗ് സ്റ്റാൻഡിലെ മെയിൻ ആളായിട്ട് എനിക്ക് വീണ്ടും പ്രൊമോഷൻ, സൂപ്പർവൈസർ പോലെ. അപ്പൊ ഞാൻ എന്നിട്ട് എനിക്ക് ഒരാളെ ഹെൽപ്പറായിട്ട് വെക്കണം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിരുന്നു. ആ ഫ്രണ്ടിന്റെ പേര് ഞാൻ തൽക്കാലം നജീബ് എന്നാണ് എന്റെ ഫ്രണ്ടിന് ഞാൻ പേരിടുന്നത്. അപ്പം ഈ നജീബും ഞാനും ഞങ്ങൾ രണ്ടാൾക്കാരായിരുന്നു. ഇവൻ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് വർക്ക് വൻ ഫണ്ണായി. നജീബ് വന്നപ്പോ ഞങ്ങള് വൻ കോമഡി തമാശ ഒക്കെ പറഞ്ഞ് ഫുള്ള് അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പുലർച്ചെ 4 മണിക്കൊക്കെയാണ് ഞങ്ങള് ക്ലബ്ബ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഹോട്ട് ഡോഗ് സ്റ്റാൻഡ് ക്ലോസ് ചെയ്യുക. അങ്ങനെ ഞങ്ങള് ഒരു പ്രാവശ്യം പുലർച്ചെ 4 മണിക്കാണ്. ഇല്ല, വീക്കെൻഡ്സ് മാത്രം. അപ്പൊ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അതായിരുന്നു ഞങ്ങളുടെ ഡേയ്സ്. വീക്കെൻഡ് ആയിരുന്നു നിങ്ങളുടെ വീക്ക്. അതെ, ഞങ്ങള് എല്ലാരും റെസ്റ്റ് എടുക്കുമ്പോ ഞങ്ങൾ അന്നാണ് വർക്കിംഗ്. അപ്പൊ എല്ലാരും രാത്രി കിടന്നുറങ്ങുമ്പോ അപ്പോഴാണ് ഞങ്ങൾ എല്ലാം ഓപ്പോസിറ്റ് ആയിരുന്നു. പക്ഷെ വൻ രസമായിരുന്നു. കുറെ ലൈഫ് എക്സ്പീരിയൻസ് സ്റ്റോറി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഓൾമോസ്റ്റ് ഒരു 4 മണി ആകാറായി. അപ്പൊ ഞങ്ങള് ഈ ഹോട്ട് ഡോഗ് സ്റ്റാൻഡ് ക്ലോസ് ചെയ്യാറായി. അപ്പൊ അങ്ങനെ നിന്നപ്പം പെട്ടെന്ന് ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ക്ലോസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഇങ്ങനെ ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ അവർക്കൊക്കെ കുറെ ആൾക്കാർ വന്നിട്ട് ഹോട്ട് ഡോഗ് ഒക്കെ വേണമെന്ന് പറയും. നമ്മളിങ്ങനെ ഹോട്ട് ഡോഗ് ഒക്കെ എടുത്ത് കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് ഈ ഈ ക്ലബിലെ ഡോർ ഇങ്ങനെ തുറന്നു. ഡോറൊക്കെ തുറന്നിട്ട് കാറ്റൊക്കെ ഡോറൊക്കെ തുറന്നിട്ട് ഒരു പയ്യൻ ക്ലബിന്ന് ഇങ്ങനെ വൻ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്നു വന്നേ. അതല്ല ഹൈലൈറ്റ്, ഇവന്റെ ഒരു തോളത്തൊരു പെൺകുട്ടി, റൈറ്റ് തോളത്ത് വേറൊരു പെൺകുട്ടി. ഇവൻ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു 2 hot dogs please. അതാണ് പറഞ്ഞത്. അതങ്ങനെ അങ്ങനെയല്ല, 2 hot dogs please എന്ന് പറഞ്ഞേ. അപ്പൊ ഞാനിങ്ങനെ ഇവനല്ലേ സിറിയൻ. പക്ഷെ ഇവനെന്നെ അറിയേയില്ല, ശരിക്കും ഇവനെ അറിയാം. ഞാനിങ്ങനെ മാഷാ അല്ലാഹ് ഇവന്റെ വാപ്പത് വല്ലതും അറിയുന്നുണ്ടോ പറഞ്ഞില്ലേ, എന്താ യുദ്ധത്തിന് സ്വർഗത്തിലേക്ക്. അപ്പൊ ഞാനിങ്ങനെ മനസ്സില് ഇങ്ങനെ ഒന്നാലോചിക്കാം. അങ്ങനെ ഞാൻ അങ്ങനെ ആ ഹോട്ട് ഡോഗ് ഇതാക്കി കൊടുക്കാം. പെട്ടെന്ന് ഇവന് ലെഫ്റ്റിക്കും കിസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അത് ഇതായി. പിന്നെ റൈറ്റിലേക്ക് എന്തോരം സ്പ്രെഡ് ഓഫ് വൈറസ് അല്ല, ബാക്ടീരിയ. അങ്ങ് ലെഫ്റ്റും റൈറ്റും ഇവനങ്ങ് കിസ് അടിക്കാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് അപ്പൊ നജീബ് ബാക്കിന്ന് ഇവനെന്താ ഇതന്നെയാണോ പണി, ഏതടാ ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്റ്റ് കൊടുക്കണേ. അതെ, ഞാൻ മനസ്സിൽ കാണിച്ചു ഇവനും ഞാനും കാനഡയിൽ കൊറേ സമയം വന്നത്. ഞാനിവിടെ ഹോട്ട് ഡോഗ് ഉണ്ടാക്കുന്നു, ഇവനിവിടെ വേറെ പലതും കുക്ക് ചെയ്യുന്നു. അതായിരുന്നു എന്റെ സ്റ്റോറി. അതെ, ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സംഭവം ഓർമ്മയത്. അതായത് നാട്ടില് മഞ്ചേരി മറ്റേ ബെഞ്ച് മാർക്ക് സ്കൂളിന്റെ അവിടെ ഒരു സ്പോട്ട് ഉണ്ട്. അതായത് അവിടെ എന്റെ ഫാമിലിന്റെ കൺഗ്രാറ്റ്സ് ഫാമിലിയാ. അങ്ങോട്ട് ഈ ഹിൽ ടോപ്പിന്റെ അവിടെ നിന്നാല് മഞ്ചേരി ഫുൾ അങ്ങാടിയൊക്കെ കണ്ട് നല്ലൊരു നൈസ് സ്പോട്ടാണ്. അപ്പൊ ഞാന് എന്റെ ഫ്രണ്ട് നിഹാല് കഴിഞ്ഞ പ്രാവശ്യത്തെ കോൾ ചെയ്തപ്പോ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഈ എന്തോ പോഡ്കാസ്റ്റിൽ ഞങ്ങളെ കുറിച്ച് പറയാത്ത, ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ പറയാനുണ്ട്, എന്തൊക്കെ ഞങ്ങളെ കുറിച്ച് പറയാത്തതൊക്കെ നിനക്കായിട്ടൊരു സ്റ്റോറി.
അങ്ങനെ ഞാന് നിഹാല് പിന്നെ തെൻസി ഞങ്ങൾ 3 ആളുണ്ട്. ഞങ്ങളിങ്ങനെ ബൈക്കുമ്മേല് വന്ന് ഇറങ്ങി ഇങ്ങനെ നിർത്തി അവിടുന്ന് ഇങ്ങനെ ഓരോ ബെഞ്ച്മാർക്കിന്റെ അവിടെ നമ്മള് അവിടുന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാ. അപ്പൊ ചില്ല് ചെയ്യുമ്പോ ഒരുത്തൻ ഇങ്ങനെ നടന്നു വരാം കേട്ടോ. ഒരുത്തൻ ഇങ്ങനെ നടന്നു വന്നാണ്ട് സെമി റോഷനല്ലോ ചോദിച്ച്. അപ്പൊ തന്നെ കാരണം എന്താ അറിയോ, ഞാൻ എപ്പോഴൊക്കെ വരെ കൂടെ നടക്കണോ അന്നൊക്കെ എനിക്ക് ഇതേപോലത്തെ ഒരു ഇൻസ്റ്റൻസ്. അപ്പൊ ഇവരെ കൂടെ നടക്കുമ്പോ ഇത് കിട്ടും എനിക്കും തന്നെ ഒരു ഇതാ കൂടെ സലാം കാശ്മീരിലെ ജയറാം പോലെ കാരണം കൂടെ നടക്കണോ അവർക്കും അറിയട്ടെ ചെറിയ കുട്ടി നടക്കും എല്ലാരും സെമി റോഷനല്ലോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ ചോദിച്ചു എന്നെ മനസ്സിലായി ചോദിച്ചു. അതിൽ എനിക്ക് ഒരു ക്ലൂ ഇല്ല. അതായത് പ്രിറ്റൻഡ് ചെയ്യാനും കൂടി പറ്റൂല. വെറുതെ ഇപ്പൊ പെടണ്ട ഇപ്പൊ ഞാൻ കാലം മനസ്സിലായപ്പോ അപ്പൊ പിന്നെ ഞാൻ നേരെ മുഖത്ത് നോക്കിയാണ്ട് ഇല്ലാറിന്. പക്ഷെ നിഹാലിന് മനസ്സിലായി. നിഹാല് പറഞ്ഞു ഈ ഇന്ന ചെക്കനല്ലേ ചോദിച്ചു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവനൊരു പേരിടാണെങ്കിൽ സിൽവസ്റ്റർ, നൗഷാദ് വേണ്ട ഭയങ്കര തന്ത പേരായില്ലേ. സിൽവസ്റ്റർ നല്ല പേരാ. സിൽവസ്റ്റർ, അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിൽവസ്റ്റർ ഒന്നും എനിക്ക് ചേരില്ല. അങ്ങനെ ഫാരിസ് വന്നു. അതില് അങ്ങനെ നിഹാലിന് വേഗം മനസ്സിലായി സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഫാരിസ് ഞങ്ങളവിടെ സ്കൂളിൽ ISJയിൽ 10th വരെ പഠിച്ചതാ. അപ്പൊ ഫാരിസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒരു പെർസോണ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മള് സ്കൂളിലുണ്ടാവും ഈ ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിക്കണവര്, ഏറ്റവും മുകളിലെ ബട്ടനൊക്കെ, അതെ കുറച്ച് അനോയിങ് ആയിട്ടുള്ളവര്, കുറെ ഡൗട്ട് ചോദിക്കണവര്, പിന്നെ ക്ലാസ് പ്രിഫെക്റ്റ് ആണെങ്കിലും പേരൊക്കെ എഴുതി ഭയങ്കര ടൂ മച്ച് എത്തിക്കൽ ഇൻടു വർക്ക്, നമ്മുടെ ഏഞ്ചലിനൊക്കെ പോലെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലെ ആയിരുന്നു ഇവന് ഭയങ്കര നേർഡ് ഭയങ്കരതായിട്ട്. അപ്പൊ നിഹാൽ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇയാടെ എത്ര കാലായി കണ്ടിട്ട്. അങ്ങനെ നമ്മൾ സംസാരിക്കാനൊക്കെ തുടങ്ങി. നമ്മള് സയന്റിസ്റ്റിനെ അത്രക്ക് ബുജിയായിരുന്നു, സ്മാർട്ട് എന്നല്ല ഈ നേർഡായിരുന്നു. വിക്കിപീഡിയ സിനിമ ഒക്കെ വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സിനിമ കാണുന്നതിന് പകരം ടൈമൊക്കെ സേവ് ചെയ്യാന്, അങ്ങനത്തെ ഒരു ഗണത്തിൽ. പിന്നെ അതേമാതിരി ഇവരെ ക്ലാസ് സ്മാർട്ട് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ, കാരണം ഇവര് സ്ട്രീറ്റ് സ്മാർട്ട് അല്ല. ക്ലാസ്സിൽ ഒരു അത്ര ടോപ്പർ ആണെങ്കിലും കുറ്റം പറഞ്ഞാൽ മതി. ഞാൻ ഡിസ്ക്രൈബ് ചെയ്തത് ഇംപ്രഷൻ ക്യാരക്ടർ കിട്ടണല്ലോ. അങ്ങനെ ഇവങ്ങനെ വന്നാണ്ട് ഇവങ്ങനെ സംസാരിച്ചു. അപ്പൊ സംഭവം എന്താ വെച്ചാൽ ആലപ്പുഴ അങ്ങനെ ആട്ടോ ഇവന്റെ വീട്. അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഇവൻ MBBS സീറ്റ് കിട്ടിയ. നാട്ടിലൊരു മെഡിക്കൽ കോളേജിന് MBBS സീറ്റ് കിട്ടാറിന ചില്ലറ പണിയല്ല, ഇമ്പോസിബിൾ. അതെ, അപ്പം ബിഗ് ഡീലാണ്. അതിലൊക്കെ അവനെ സമ്മതിച്ചു, ഐ റെസ്പെക്ട്. അങ്ങനെ ഇവരിങ്ങനെ കുറെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇതായി. അപ്പൊ ഞങ്ങളിങ്ങനെ അവനോട് കുശലാന്വേഷണം ചോദിക്കണ രീതിയില് അങ്ങോട്ട് എങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ വന്നാണോ ചോദിച്ചു. അതിലിവനിട്ട് അല്ലല്ല ഫ്രണ്ട്സിന്റെ കൂടെ അല്ല, ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ വന്നതാ. അതില് ഞാനും തനിച്ചൊക്കെ ഇങ്ങനെ ഒരു നോട്ടം. ഒന്നാമത് എന്താ വെച്ചാൽ ഇനിയിപ്പോ നമ്മളെ ഗേൾ ഫ്രണ്ട് കൂടെ ആണെങ്കിലും നമ്മളിപ്പോ ചോദിക്കുമ്പോ പറയില്ലല്ലോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് വന്നാന്നേ പറയാം. ഒന്ന് രണ്ടാമത് എന്താ വെച്ചാല് ഇവനും ഗേൾ ഫ്രണ്ടും ശരീരത്തിനും പ്രേമമോ അതായത് ഞങ്ങൾക്ക് വന്നൊരിത്. അങ്ങനെ വരിങ്ങനെ വന്ന് അങ്ങനെ നമ്മള് ഓക്കെ സെറ്റ് എന്നൊക്കെ ഇതാക്കി അങ്ങനെ ഫുൾ അടിപൊളി. പിന്നെ തനിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എടാ ഗേൾ ലുക്കിംഗ് വെരി ഗുഡ്, ഓഫ് ഇവരെ എങ്ങനെയൊക്കെ ജാക്ക് പോട്ട് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇവൻ പോയതിന്റെ ശേഷം ഞങ്ങളൊക്കെ ഫുള്ളും മുഖത്തോട് മുഖം നോക്കി ആകെ കൺഫ്യൂഷൻ അടിച്ച്. അതായത് ഇവൻ എന്തറിയോ, ഇവന് സംഭവം MBBS സീറ്റൊക്കെ കിട്ടി. ഇവൻ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ വന്നേ ആ ഒരു നട്ട്സെല്ല് നോക്കിയാണ് ഇപ്പൊ എന്റെ ഒരു സക്സസ്ഫുൾ ലൈഫിലാണ്. ഞങ്ങള് ജോലിയില്ല പണിയില്ല, വെറുതെ വൈകുന്നേരം പോഡ്കാസ്റ്റിൽ അവനെ കുറ്റം പറഞ്ഞു. അതെ, ഡോക്ടറൊക്കെ ആയിപ്പോ പണിയെടുത്തു തുടങ്ങി. അപ്പൊ ആ ഒരു മൈൻഡിലാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഇങ്ങനെ പിന്നെ പറഞ്ഞാല് മറ്റേ ഞാൻ പറഞ്ഞില്ല തെൻസി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് സംഭവം ശരിയാണ്. ഓരോരുത്തർക്ക് ഓരോ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആണ്. ശരിക്കും ആ ഒരു പെൺകുട്ടിനും വരെ നോക്കിയാല് ഔട്ട് ഓഫ് ഹിസ് ലീഗായി തോന്നി. ഔട്ട് ഓഫ് ഹിസ് ലീഗ് ആണ്. പക്ഷെ എനിക്ക് എന്തിലാണോ ടാലന്റ് തെളിയിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ അറിയില്ലല്ലോ. അതെ, ഡോണ്ട് ജഡ്ജ്. അതെ,
ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്നുള്ള സംഭവങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും സയാനും കാറിൽ അങ്ങനെ പോവുമായിരുന്നു. കാറിൽ അങ്ങനെ പോകുമ്പോൾ പല കോൺവെർസേഷൻസ് ഞാനും സയാനും തമ്മിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ കുറെ ലൈവ് ചെയ്യാറുണ്ട് ഇപ്പൊ കാറിൽ പോകുമ്പോ. സെമീറിന് ഇപ്പം കാറിൽ അങ്ങ് കയറിയാൽ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടണം എന്നുള്ളത് അതിന്റെ റൂട്ടീനായി ഇപ്പം. അതെ. എന്നിട്ട് ആകെ 2-3 ആൾക്കാർ കാണും. എന്നിട്ട് അവരങ്ങ് സെമീർ അങ്ങ് എൻഗേജ് ചെയ്ത് രോമാഞ്ച പുളകിതരാക്കിയിട്ടൊക്കെയാ സെമീർ വിടാം. പിന്നെ ഞാനും ഒരു ബഡ്ഡീസ് അങ്ങനെ ഇങ്ങോട്ട് നമ്മളിങ്ങനെ പോവുക. നമ്മളിങ്ങനെ പോകുമ്പോ ഓരോരോ ടോപ്പിക്സ് ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും, അതായത് പണ്ട് കാലത്ത് ഈ പണക്കാർക്ക് മാത്രമേ ഡയബറ്റീസും കാര്യമൊക്കെ വന്നിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞപ്പോ സയാൻ എന്നോട് പറഞ്ഞ് സയാന്റെ ഉമ്മ ഒരു മലയാളം ടീച്ചറാണ്. അപ്പൊ സയാന്റെ ഉമ്മ ഞാൻ തന്നോട് പറയാലോ, കുറെ ക്യാരക്ടേഴ്സ് അവസാനം എന്റെ ഉമ്മ പറഞ്ഞ കാര്യം വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി പറഞ്ഞാലും പിന്നെ അത് ഞാൻ തന്നെ സഹിക്കട്ടെ. അതെ. അപ്പൊ എന്താന്ന് വെച്ചാല് പണ്ട് ഈ ഞാനിങ്ങനെ ജിമ്മിലൊക്കെ പോയി നല്ല ഫിസിക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഉമ്മനോട് പറയുമ്പോ ഉമ്മ പറയും അതൊക്കെ എന്താ ഇപ്പോഴാണ് പ്ലോട്ട് കിട്ടിയത്. അതായത് നമ്മള് ഒരു മിത്താണ് ഈ പുറത്ത് ജനിച്ചു വളർന്ന പിള്ളേര് ഫുള്ള് തടിച്ച് നല്ല ഉരുണ്ട് നല്ല ഉണ്ടക്കുട്ടപ്പനായിട്ടുള്ള പിള്ളേരാവുന്നുള്ള. ആൻഡ് ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാൽ നാട്ടിലെ ആൾക്കാര് ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. തടി നന്നായി എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അപ്പോഴാണ് സയാൻ എന്നോട് പറഞ്ഞത് ഇവൻ പണ്ടേ നമ്മളെല്ലാ പോഡ്കാസ്റ്റിലും പറയണല്ലോ പണ്ട് ഭയങ്കര മെല്ല് അങ്ങനെ ഒരു ഇതായിരുന്നല്ലോ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ബിൽറ്റ്, അന്ന് സ്ലിം, ലീൻ അതെ തിൻ അങ്ങനെ അപ്പം ഇവൻ നാട്ടിലൊക്കെ പോകുമ്പോ ഇവന്റെ കുടുംബക്കാരൊക്കെ നിങ്ങളിത് എന്ത് ഗൾഫിലെ പിള്ളേരാണ്, ഒരു തടിയില്ല. കാരണം ഗൾഫിലെ പിള്ളേരെന്ന് ഇങ്ങനെ തടിച്ചിക്കണം എന്നാണ്. അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ പറഞ്ഞു തരാം. അപ്പൊ പറഞ്ഞു തരുന്ന കൂട്ടത്തിലാണ് ഈ പണ്ട് കാലത്തൊക്കെ ഈ ഗൾഫിലൊക്കെ പോയി മറ്റേ ആൾക്കാര് നല്ല രീതിയിൽ തടിച്ച് കുഞ്ഞിരാമായണത്തിൽ വിനീത് ശ്രീനിവാസ് നാട്ടിൽ കയറുന്ന സീനില് ശ്രീനിവാസ് ഇങ്ങനെ ഇൻസൈഡ് ഒക്കെ ചെയ്ത് പൊള്ളൊക്കെ ഇങ്ങനെ ചാടി നല്ലതില്ല. അപ്പൊ അങ്ങനെ നാട്ടുകാർ അറിയാം മോന്റെ പൊള്ള കണ്ടില്ലേ, നല്ല അതായത് വെൽ സെറ്റ് ലൈഫിൽ നല്ല നിലയിലാണ്. ഇവന്റെ വയറൊന്ന് ഇച്ചിരി ചാടി, അതെ വയറ് ചാടി നല്ലൊരു രീതിയിലൊക്കെ ഇങ്ങനെ തടിയൊക്കെ ഉള്ള രീതി കണ്ട എല്ലാരും അണ്ട് സൈമൾട്ടേനിയസ്ലി അങ്ങ് വിചാരിക്കും ഇവൻ ലൈഫില് നല്ല രീതിയിലാണ് പോണത്, നല്ല ഫുഡൊക്കെ. ഞാൻ പറഞ്ഞു വെച്ചാൽ എന്താ വെച്ചാല് ഇപ്പൊ ഞങ്ങനെ നല്ല ഫിസിക്ക് ആവണം, റിപ്ഡ് ബോഡി ആവണം എന്നൊക്കെ പറയുമ്പോ എന്റെ ഉമ്മ എപ്പോഴും അതെന്താ അത് രസമില്ല പറയും. അപ്പൊ എന്താ എന്റെ ഉമ്മ എന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ ഒക്കെ വളർന്ന കാലത്ത് ആ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഏതാ ഈസ്ന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്റെ ആ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് പട്ടിണിയൊക്കെ ഉള്ള കാലമായിരുന്നു. അപ്പൊ ആ ഒരു കാലത്ത് ഈ റിപ്ഡ് ബോഡി, നല്ല 6 പാക്കും ചെസ്റ്റ് ഡിഫൈൻഡ് ബോഡിയൊക്കെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാല് ഈ വെയിലത്ത് ലേബർ പണി എടുക്കുന്ന ആൾക്കാര്, കർഷകര്, നാട്ടിലെ കർഷകര്, കൂലിപ്പണിക്കാര്, ഈ പാടത്ത് മറ്റേ ഈ കാളനും പശുവിനൊക്കെ മേയ്ക്കണം, ഇവരൊക്കെ ബോഡി റിപ്ഡ് ആക്കാര്. അതേപോലെ തേങ്ങ ഇടുന്ന ആൾക്കാര്, തേങ്ങ പൊട്ടിക്കുന്ന ആൾക്കാര്, ഇവരൊക്കെ പറഞ്ഞാൽ ജിമ്മിൽ പോവാതെ തന്നെ ഇവരെ ഈ വർക്കിന്റെ കഠിന അധ്വാനം കൊണ്ട് ഇവരെ ഓൾറെഡി അങ്ങ് ബിൽറ്റ് ആയി വരും. അപ്പൊ എന്റെ ഗാന്ധിജിനൊക്കെ കണ്ടില്ല, ഗാന്ധിജി അതെ ആളൊരു കാർഡിയോ കിങ് ആയിരുന്നു. അപ്പൊ എന്റെ അല്ല അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞു അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഏറ്റവും റിപ്ഡ് ബോഡി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ വളരെ പൂവറായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടും പട്ടിണിയും എന്നൊക്കെ ആയിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് തടിച്ച് തീരെ റിപ്ഡ് ബോഡി അല്ലാതെ വയറൊക്കെ ചാടിയ ആൾക്കാരെ കണ്ടാല് അതിന്റെ അർത്ഥം ഇവര് നല്ല നിലയിലാണ്, പൈസ ഉള്ളവരാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ പൊതുവെ കുറച്ചൊന്ന് വെളുത്തിട്ടൊക്കെ. അതെ, അതുപോലെ തന്നെ ഈ കർഷകർ ഇവരൊക്കെ വെയിൽ കൊണ്ട് നല്ലോണം കറുത്താണ്. അപ്പൊ ഒരാൾ വെളുത്ത് കണ്ടാല് അതിന്റെ അർത്ഥം ഇവ അധികം വെയിലൊന്നും കൊള്ളുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം ഇവ നല്ല നിലയിലാണ് എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ആ ഒരു കാലത്ത് നമ്മളുടെ മൈൻഡിൽ അങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്സും ബയസുകളും ഉണ്ടാകും. അതായത് പണ്ട് മുതലേ ഇവര്
ലൈക്ക് വെളുപ്പ് അല്ലെ നല്ല രീതിയില് നല്ല ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആള് നല്ല ലുക്കാണ്. പക്ഷെ ഡാർക്ക് ടോൺ വരുമ്പോ എന്നാ അങ്ങനത്തെ ഒരു രീതിയിലല്ല എന്നുള്ള രീതിയിലായിരുന്നു പണ്ട്. പ്രത്യേകിച്ച് നമുക്ക് നാട്ടിലൊക്കെ അറിയാം, കുട്ടികളൊക്കെ ജനിച്ച് കറുത്ത കളറൊക്കെ ആണെങ്കിൽ ഉമ്മമാരൊക്കെ ചെറുപ്പം മുതലേ ഇവർക്ക് കുങ്കുമപ്പൂ കൊടുക്കലും അത് കൊടുക്കലും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പല സ്ഥലത്തും നമ്മളെ നാട്ടിലുണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു എന്താ പറയാ, ആ ഒരു കോൺട്രാസ്റ്റ് ആയിരുന്നു ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. ഇങ്ങനെ അതുപോലെ തന്നെ യൺമി പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണുണ്ട്. ഈ പെണ്ണ് എന്താ നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്, എന്നിട്ട് ഇപ്പൊ അമേരിക്കയിലാണുള്ളത്. നോർത്ത് കൊറിയയിൽ ഭയങ്കര ബ്രൂട്ടൽ സിറ്റുവേഷൻസ്. നോർത്ത് കൊറിയ മറ്റേ കിം ജോങ് ഉൻ അവരാണ് അതിന്റെ കിം ജോങ് ഉന്നിനെ കുറിച്ച് നമ്മളൊരു പോഡ്കാസ്റ്റിൽ സംസാരിച്ചവരോടൊക്കെ പറഞ്ഞു. അതെ, അപ്പൊ മൂപ്പര് ഭയങ്കര ഡിക്റ്റേറ്റർഷിപ്പ് ആയിട്ടുള്ളൊരു ഭരണമാണ് അവിടെ ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ആപ്പും കാര്യങ്ങളും അത് ഓരോ കൺട്രീന്റെ ഔട്ട്ലൈൻ വിട്ട് പോകൂല, അങ്ങനെയൊക്കെയാണ് ഭയങ്കര പോവർട്ടിയും കാര്യങ്ങളും. അപ്പൊ യൺമി പാർക്കിന്റെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ കേട്ടിരുന്നു. അപ്പൊ അതിൽ യൺമി പാർക്കും പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ തന്നെ മെലിഞ്ഞ ആൾക്കാർ, ഹെൽത്തി ആയി നിൽക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാല് അതിന്റെ അർത്ഥം ഇവര് അൺഹെൽത്തി ആണ്, അവർക്കൊന്നും ഭക്ഷണമല്ല. അപ്പൊ കുറച്ച് തടിച്ച ആൾക്കാരെ കാണുമ്പോ അത് ഇവര് നല്ല നിലയിൽ. അപ്പൊ കിം ജോങ് ഉനും കുറച്ച് തടിച്ചിട്ടാ. കിം ജോങ് ഉൻ ഒന്നും ചെയ്യല്ലേ, നിങ്ങളെ ബോഡി ഷേവ് ചെയ്തതല്ല. അപ്പൊ മൂപ്പര് കുറച്ച് തടിച്ചിട്ടാണ്. അപ്പൊ എന്താ യൺമി പാക്ക് പറയാം, എനിക്ക് അങ്ങനത്തെ ആൾക്കാരോടാണ് അട്രാക്ഷൻ തോന്നുന്നത്. കാരണം അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ അതൊരു സക്സസിന്റെ സിമ്പിളായിട്ടാണ് അവര് കാണുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്. ഞാൻ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടത്. അതായത് ഞാൻ എൻ്റെ ഉമ്മ എൻ്റെ പോലെ എന്താ ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആണ്. എൻ്റെ ഉപ്പാണ് ഈ വെളുത്തിട്ടാണ്. അപ്പൊ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ ഈ കുടുംബക്കാരെ കാണാൻ പോകുമ്പോ എന്താ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോകുമ്പോ നമ്മളെ കാണാത്ത ആരെങ്കിലും ആണെങ്കിൽ അവര് എന്റെ ഉപ്പാന്റെ കളറ് എനിക്ക് കിട്ടിയില്ല അല്ലേ. എനിക്കും എന്റെ ബ്രദറിനും സഹീനും രണ്ടാൾക്കാർക്ക് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ്, ഉപ്പാന്റെ കളർ ഇവർക്ക് കിട്ടിയില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട്. ശരി, അത് എന്റെ ഫാമിലിയില് എന്റെ അങ്കിളോ ആന്റി ഉണ്ട്, ഒരു ലവ് മാരേജാ. അങ്കിള് ഭയങ്കര ഡാർക്ക് ടോണാ, അതായത് കറുത്തമുത്ത് എന്നൊക്കെ പറയുന്ന പോലെ. അല്ല, പക്ഷെ എന്റെ ആന്റി നല്ല വെളുത്തിട്ട്, എന്നിട്ട് മക്കള് രണ്ടാളും വെളുത്തിട്ടാ ഉണ്ടായത്. അപ്പൊ എല്ലാരും പറയും അതായത് മൂപ്പര ഫേഷ്യൽ ഫീച്ചേഴ്സ് അടിപൊളിയാന്ന് എല്ലാരും പറയുന്നത്. അപ്പൊ എല്ലാരും പറയും മുഖച്ചായ മൂപ്പരതാണെങ്കിലും കളർ ഓൾ തന്നെ കിട്ടി, അതുകൊണ്ട് വലിയൊരു പ്രശ്നം. അപ്പൊ എന്താ നമ്മൾ ചെറുപ്പത്തിൽ ഇത് കേൾക്കുമ്പോ എന്താ നമ്മൾ വിചാരിക്ക, കറുപ്പ് ചീത്തതാണ്, കറുപ്പ് എനിക്ക് വേണ്ട, എനിക്ക് ലൈറ്റ് എന്നുള്ള ഒരു മൈൻഡ് വരും. പിന്നെ നമ്മൾ കുറച്ചുകൂടി നമുക്ക് പ്രായം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്കിൻ കളറിലൊന്നല്ല, ഒരു സ്കിൻ കളറും അഗ്ലിയോ അല്ലെങ്കിൽ മോർ ബ്യൂട്ടിഫുൾ ആയി ആൾക്കാർക്ക് പേഴ്സണൽ പ്രിഫറൻസ് പ്രായമായിട്ടും അത് മനസ്സിലാവാതെ ഇൻസെക്യൂർ ആയി ജീവിക്കണ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എല്ലാവരും ഗ്രൂമിങ്ങിലാണ്. അതെ, ഗ്രൂമിങ്ങിലാണ് അല്ലെ? അതെ, നമ്മളിപ്പോ ബേസിക് ആയി കാണുന്ന ഒരു 5 out of 10 ഉള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും ചിലപ്പോ നല്ല ഗ്രൂം ചെയ്ത് നല്ല ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് മുടിയൊക്കെ നല്ല സെറ്റപ്പ് നല്ലൊരു ഹെയർ സ്റ്റൈലൊക്കെ ഫോളോ ചെയ്ത് അങ്ങതായാല് ചിലപ്പോ ഒരു 8 out of 10 9 out of 10 ഒക്കെ മെയിൻ ബിഗ് പാർട്ട് ഞാൻ കാണുന്നത് ഔട്ട്ഫിറ്റിലാണ്. അവർ ചൂസ് ചെയ്യുന്ന ഒരു കളർ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ വലിയൊരു നമ്മള് വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് ഹെൽത്തി ആയി നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അപ്പൊ ഏതോട്ടെ ഈ സ്കിൻ കളറിലല്ല എന്നുള്ള കാര്യം ഞാൻ ചെറുപ്പം അതായത് കുറച്ചുകൂടി പ്രായം വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരാള് നമ്മള് സ്കിന്നിൽ അഗ്ലി ചെയ്തൊന്നും ജഡ്ജ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും നമ്മളുടെ ഉള്ളില് അത്രയും വർഷം കേട്ട് പഴകിയ കാര്യം ഇങ്ങനെ നമ്മുടെ DNA കണ്ടീഷനിങ് സോഷ്യൽ കണ്ടീഷനിങ് വൈറ്റ് വാഷ് ചെയ്ത പോലെ നമ്മളെ അങ്ങ് മനസ്സിലുണ്ട്. പിന്നെ പക്ഷെ അപ്പോഴും ഞാൻ അങ്ങനെ അതിന്റെ പുറത്തേക്ക് ഓൾമോസ്റ്റ് എത്തി. എന്നിട്ടാണ് ഞാൻ കാനഡയിൽ വന്നത്. കാനഡയിൽ വന്നപ്പം ഈ വൈറ്റ്സിനോടും ഇവരോടൊക്കെ സംസാരിക്കുമ്പോ അവർക്ക് നമ്മളുടെ സ്കിൻ ടോണാണ് ഇഷ്ടം. ഞാൻ കാനഡയിൽ വന്നിട്ട് ഞാനിങ്ങനെ ബ്ലോണ്ട് ഹെയർ, പൂച്ചക്കണ്ണ് നമ്മൾ പറയുന്നത്, ഗ്രീൻ ഐസ്, സിൽവർ ഐസ്, ബ്ലൂ ഐസ് എന്നൊക്കെ കാണുമ്പോൾ ഞാനങ്ങനെ ഭയങ്കര ഫാസിനേഷനിലാണ് ഇതൊക്കെ കാണുന്നത്. അത് നമ്മൾ ഇത്ര ജീവിതത്തിൽ ഇന്നേ വരെ ബ്ലൂ ഐസ് കണ്ടിട്ടില്ല. നമ്മളിവിടെ ബ്ലൂ ഐസ് എന്നൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട്. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ജിഞ്ചർ ഹെയർ, ബ്ലോണ്ട് ഹെയർ, പിന്നെ പച്ച, മഞ്ഞ, നീല, ചുമല, ഈ എല്ലാ പല കളറിലും ഹെയറുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഫാഷൻ. പക്ഷെ ഇവർക്കൊക്കെ നമ്മളുടെ ബ്രൗൺ സ്കിൻ, ഡാർക്ക് സ്കിന്ന്, ബ്ലാക്ക് ഹെയർ, ബ്ലാക്ക് ഐസ് ഒക്കെയാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം.
സത്യം എനിക്ക് എത്രയായിട്ടും അങ്ങ് ടാലി ആവുന്നില്ല. ഏറ്റവും കോമഡി ഉള്ള കാര്യം എന്താ വെച്ചാല് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഈ വെയിലും കാര്യമൊന്നും കിട്ടാതെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭയങ്കര വന്നിട്ടാണ് ഇവര് നമ്മളെ നാട്ടിലെ ഈ കോവളും ഈ ഗോവ അവരുടെ ടാനിങ്ങിനൊക്കെ വരാ. പക്ഷെ നമ്മളെ ഇന്ത്യൻസും ഇതൊക്കെ കണ്ടിട്ട് ഗോവയിലൊക്കെ പോയി ബിക്കിനിയൊക്കെ ഇട്ട് ഫുൾ സൺ എക്സ്പോസ്ഡ് ഒക്കെ ആയി വെറും പട്ടിഷോ. പക്ഷെ കാര്യമില്ല. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മളെ സ്കിൻ ടോൺ, അത് ഡാർക്ക് സ്കിൻ ടോൺ ആകാൻ വേണ്ടി അത്രയും ആഗ്രഹിച്ചിട്ട് ഇവരെന്താക്കും, ഇവർ ടാനിങ് സ്റ്റുഡിയോസ് ഉണ്ട്. ടാനിങ് സ്റ്റുഡിയോസ് പോയിട്ട് നമ്മളിങ്ങനെ കടന്നാല് എന്തോ അൾട്രാ വയലറ്റ് റേസ് ഒക്കെ നമ്മളെ ബോഡിയിൽ ഇങ്ങനെ ഇവരെ എക്സ്പോസ് ചെയ്തിട്ട് നമ്മളെ സ്കിൻ ഒന്ന് ഡാർക്ക് ആകും. അപ്പൊ അതിന് പക്ഷെ ഭയങ്കര ഹെൽത്ത് എഫക്ട്സ് ഉണ്ട്. അത് കുറെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ വരെ കോസ് ചെയ്യാം. പക്ഷെ എന്നിട്ടും ഇവരുടെ പൈസ കൊടുത്തിട്ട് ഇവരെ സ്കിൻ ഡാർക്കൺ ചെയ്യാൻ നോക്കണം. നമ്മുടെ നാട്ടില് എമാമി ഫെയർ ആൻഡ് ഹാൻസം, ഫെയർ ആൻഡ് ലവ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം പരസ്യം. ഈവൻ പ്രിയാങ്ക ചോപ്രക്ക് നമ്മളെ ഒരു സ്കിൻ ടോൺ ആണ്. പ്രിയാങ്ക ചോപ്രനൊക്കെ അമല പോളിനൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. അമല പോളിനൊക്കെ അങ്ങ് വെളുപ്പിച്ചിട്ട് ഇവരങ്ങനത്തെ ആഡ് ചെയ്യും. എന്നാൽ വേറൊരു ഭാഗത്ത് ആൾക്കാർ കറുക്കാൻ വേണ്ടി എത്രയോ കഷ്ടപ്പെടാം. ഞാൻ മെക്ഡോണൾഡ്സിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇവര് ബീച്ചിലൊക്കെ പോയിട്ട് പിറ്റേ ദിവസം വരുമ്പം ഇവരിങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, ഞാൻ ടാൻ ആയില്ലേ എന്ന്. അപ്പൊ ഇവർക്ക് എന്റെ സ്കിൻ ടോൺ വേണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, വാവ് എന്തായാലല്ലോ ഓരോ അതാ നമ്മളെ കയ്യിലില്ലാത്തത് മാത്രമാണ് മനുഷ്യർക്ക് എപ്പോഴും ഞാൻ മനസ്സിലെ നമ്മള് ജനിച്ച അന്ന് മുതൽ ഈ കറുത്ത കണ്ണും കറുത്ത മുടിയും കണ്ട് ശീലമായിട്ട് ഞാൻ അങ്ങനെ ഇവര് അയ്യോ ഐസ് ആ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പോ ഞാൻ അങ്ങനെ മനസ്സിൽ എന്റെ ഐസ് എന്ത് ബേസിക് ആണ്, ഡിഫോൾട്ട് കളർ ഡിഫോൾട്ട് കളർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവർക്ക് ഈ പൂച്ചക്കണ്ണും ഈ നീലക്കണ്ണുള്ളവർക്ക് വേണ്ടത് കറുത്ത കണ്ണ്. സംഭവം ശരിയാട്ടോ. മറ്റേ ഫിലിമൊക്കെ കാണുമ്പോ എന്റെ ഉമ്മ ഇങ്ങനെ ഇടക്ക് പറയലുണ്ട്, ഇപ്പത്തെ നടിമാരൊന്നും കാണാൻ രസമില്ല, പണ്ടത്തെ നടിമാരൊക്കെ എന്ത് രസമായിരുന്നു. കാരണം എന്താ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇവര് ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്താണ്ട് ആക്ടിങ്ങിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ആക്ട്രസ്മാരെ പറയാണ് ഇപ്പൊ ഈ നിമിഷ സജയന്, അങ്ങനത്തെ കുറെ അന്നാബൻ, അങ്ങനത്തെ കുറെ ആക്ട്രസ്മാരുണ്ട്. അഭിനയം അടിപൊളിയാണ്, പക്ഷെ കളറും തോന്നും സാധാരണ ടിപ്പിക്കൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യില്ല. ഇങ്ങോട്ട് പിന്നെ നോക്കുമ്പോ പഴയ നടിമാരൊക്കെ ശോഭന, ഫുള്ള് വെളുത്ത് നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടോപ്പ് ടയർ. അപ്പം ഉമ്മ ഇങ്ങനെ പറയും ഇപ്പത്തെ നടിമാരൊന്ന് കാണാൻ. പിന്നെ ഇപ്പത്തെ സിനിമകളില് എന്നൊക്കെ പറഞ്ഞാല് ഫുള്ള് റിയലിസം ആണല്ലോ, റിയലിസം ആണ്. അപ്പൊ അത്ര ഒരു എലീറ്റ് മറ്റേ തമിഴ് സിനിമയിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണ്ടേ, ചിലപ്പോ ഒരു സ്ലമ്മിലൊക്കെ ആയിരിക്കും ജീവിതം. പക്ഷെ നടി അങ്ങ് വരുമ്പോ നടി ഫുള്ള് കുളിച്ച് ഫുള്ള് മേക്കപ്പ് ഒക്കെ ഇട്ട് അടിപൊളി ഡ്രസ്സും അതായത് ഒരു ചുളിവ് പോലും ഇല്ലാത്ത ചുരിദാറൊക്കെ ഇട്ടങ്ങ് വരും. പക്ഷെ ബാക്കി എല്ലാരും ചുറ്റൊക്കെ ബേസിക് ആൾക്കാരായിരിക്കും. സംഭവം ശരിയാ. പിന്നെ സിനിമയിൽ കുറെ ഇത് വരലുണ്ട്, മറ്റേ ഈ വെളുത്ത ആൾക്കാരെ കറുപ്പിച്ചാണ്ട് കറുത്ത ആൾക്കാരെ ക്യാരക്ടറൊക്കെ ചെയ്യിപ്പിക്കും. അത് മറ്റേ കറുത്തമുത്ത് എന്ന് പറഞ്ഞിട്ട് ഏഷ്യനെറ്റിൽ പണ്ടൊരു സീരിയൽ പേര് കറുത്തമുത്ത്. അതിലെ മെയിൻ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത പെണ്ണായിട്ടാണ് ഈ മെയിൻ ക്യാരക്ടർ ഉള്ളത്. എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഫുൾ സീരീസ്, ഈ സീരിയൽ ഉള്ളത് ഫുൾ അതാ. എന്നിട്ട് അത് അഭിനയിക്കാന് ഒരു വെളുത്ത നടിനെ എടുത്തിട്ട് മേക്കപ്പ് ഇട്ട് കറുപ്പിച്ചിട്ടാണ് അഭിനയിപ്പിക്കുന്നത്. കറുത്തമത്തൊരു ഇതായിരുന്നു, മറ്റേ എന്താ പറയാ, ഒരു ടോക്ക് ഓഫ് ദ ടൗൺ സീരീസ്. അത് അത്ര കാലം എപ്പോഴും സീരിയലുകളിൽ വെളുത്ത നടിമാര് വെളുത്ത നടിമാർ ആദ്യമായിട്ടാണ്, അത് മെയിൻ ക്യാരക്ടർ ആയിട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഉമ്മന്റെ ഒരു കസിൻ ഉണ്ട്, മൂപ്പര് അല്ലബീർ, സൗദിയിലെ അല്ലബീറില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തോ കസ്റ്റമർ എക്സിക്യൂട്ടീവ് എന്തോ ആയിട്ട്. അതില് മറ്റേ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റി മലയാളം സീരിയലുകളൊക്കെ ഇരുന്ന് കാണും, പക്ഷെ അറബിയ സെക്യൂരിറ്റി അറബിയ. അപ്പൊ എന്റെ അങ്കിൾ ഇങ്ങനെ വിചാരിച്ചു, അതായത് മൂപ്പരും കൂടി കാണില്ല മലയാളം സീരിയലുകള്. ഈ ഭാര്യമാരും അല്ലെ വീട്ടിലൊക്കെ പ്ലേ ചെയ്താണ്ടുള്ളൊരു പരിചയം നമുക്ക് ഉള്ളൂ. എല്ലാ സീരിയലിലും സെയിം സ്റ്റോറി അല്ലേ, അമ്മായിമത്തല്ല്. അതെ, മെയിൻ ആയിട്ട് അങ്ങനെ കുറച്ചതാണല്ലോ. അപ്പം മൂപ്പര് ഒരു ദിവസം ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഈ സെക്യൂരിറ്റിനോട് പോയി ചോദിച്ച്, ഞാൻ എപ്പോഴും കാണില്ല, നിങ്ങൾ ഈ മലയാളം സീരിയൽ നല്ലോണം കാണലുണ്ട്, എന്താണ് അതിന്റെ ഒരു അതെ വൈ എന്തിനാ മൂപ്പര് ഈ കാണണ്ടേ? ഒരു മൂപ്പര് പറയാ,
എനിക്കിത് സംഭവം മനസ്സിലാവണില്ല. പക്ഷെ ഇതിലെ പെണ്ണുങ്ങളൊക്കെ മൊറക്കോയ്സ്, അതായത് അടിപൊളിയാണ് ഇത്. അതായത് ഉപ്പരാ എനിക്ക് ഇതിന്റെ സ്റ്റോറി ഒന്നും എനിക്ക് മനസ്സിലാവില്ല. ഇതിലെ പെണ്ണുങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഓരോരുത്തരുടെ റീസൺസ് കാണാനുള്ള. മറ്റേ ലൂസിഫറിലെ ഗോമതി എന്നൊക്കെ പറയുന്ന പോലെ. ലൂസിഫറിലെ ഗോമതി എന്താ? ആ പോലീസുകാരനെ ഗോമതിനെ ഇഷ്ടപ്പെടാൻ വെറും സീരിയലിൽ ഇങ്ങനെ കണ്ടിരിക്കലല്ലോ. വേറൊരിതുണ്ട്, ഞാന് ഇന്നാള് ഗൂഗിളിലെ മറ്റേ മിറ്റ്സുബിഷി എക്ലിപ്സ് കാർ ഉണ്ടല്ലോ, അപ്പൊ ഈ വണ്ടിക്ക് എങ്ങനെയാണ് എക്ലിപ്സ് പേര് വരാൻ കാരണം എന്ന് ഗൂഗിൾ ചെയ്തപ്പോ നിനക്കറിയോ? ഇല്ല. ഗൂഗിൾ ചെയ്തപ്പോ സ്റ്റോറി. നിനക്ക് എക്ലിപ്സ് എന്താണെന്നറിയോ? കഴിഞ്ഞ എപ്പിസോഡില് സൺസെറ്റിന് ഒരാളെ കൊണ്ടുപോയിട്ട് എക്ലിപ്സ് കണ്ടിട്ട് മനസ്സിലായില്ല എന്നൊക്കെയാണ് സെമീർ പറഞ്ഞത്. എന്നിട്ട് ഞാൻ എക്ലിപ്സിന്റെ അർത്ഥം നോക്കി. അപ്പം ഐ ലൈക്ക് വൈ മിറ്റ്സുബിഷി എക്ലിപ്സ് എന്നുള്ളത്. അപ്പൊ 18th സെഞ്ച്വറിയില് ഒരു എക്ലിപ്സ് എന്ന് പറഞ്ഞ ഒരു റേസിംഗ് ഹോഴ്സ് ഉണ്ടായിരുന്നു. ആ റേസിംഗ് ഹോഴ്സ് 18 റേസ് സ്റ്റാർട്ട് ടു എൻഡ്, അതായത് ഡെബ്യൂ മുതല് 18 റേസ് അടുപ്പിച്ച് ജയിച്ചിട്ട് റിട്ടയർ ചെയ്തതാ. ആ ഒരു ഹോഴ്സിന്റെ റെസ്പെക്ടിന് വേണ്ടിയിട്ടാണ് മിറ്റ്സുബിഷി എക്ലിപ്സ് എന്ന് പേരിട്ടത്. മിറ്റ്സുബിഷി എക്ലിപ്സ് ആണ് എന്റെ കാർ. അതാണ് സെമീർ പറയാൻ കാരണം. ഞാന് ഇപ്പൊ അടുത്ത് ഞാന് എനിക്ക് 2 കാറുണ്ട്. ഞാനും എന്റെ കാക്കയും എല്ലാം ഷെയർ ചെയ്യലാണ്. അപ്പം എനിക്ക് പറയുമ്പോ ഞാൻ അതായത് വൻ ബ്രാഗ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാ. അപ്പം എന്റെ അടുത്തൊരു ഹോണ്ട സിവിക്കും ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഹോണ്ട സിവിക്കിൽ ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇങ്ങനെ രാത്രി വണ്ടി ഓടിച്ചു പോയിരുന്നു. അപ്പൊ എന്റെ കാക്ക വീട്ടിന്റെ പുറത്ത് പോയിണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോ മുന്നിലൊരു മിറ്റ്സുബിഷി എക്ലിപ്സ്. അപ്പൊ മിറ്റ്സുബിഷി എക്ലിപ്സ് എന്ന് പറഞ്ഞാല് ഭയങ്കര റെയർ ആണ് റോഡിൽ കാണാന്. ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരു കാറാണ്. അപ്പൊ ഇതിന്റെ പുതിയ മോഡലൊന്നും റോഡിലില്ല. അപ്പൊ വൈറ്റ് മിറ്റ്സുബിഷി എക്ലിപ്സ് ആണ് ഞങ്ങളുടെ അടുത്തുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പം വൈറ്റ് മിറ്റ്സുബിഷി എക്ലിപ്സ്, പിന്നെ ഞങ്ങളുടെ ഡ്യുവൽ എക്സോസ്റ്റ് ഉണ്ട്, താഴെ 2 എക്സോസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതിന്റെ ഡ്യുവൽ എക്സോസ്റ്റ് ഉണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് എനിക്ക് ലൈസൻസ് പ്ലേറ്റ് അങ്ങ് കാണുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ കാക്കനോട് പറഞ്ഞിരുന്നു ഞാൻ വാട്ടർലൂലാണുള്ളത്. അപ്പൊ ഞാൻ ഇത് കാക്കയെന്ന് ഉറപ്പിച്ചു, കാരണം അത്രയും റെയറാണ് നമ്മളെ കാറ്. അപ്പൊ ഞാൻ എന്താക്കി, ഇങ്ങനെ ഡിമ്മും ബ്രൈറ്റും ഇങ്ങനെ അടിച്ച് കാക്കനെ അനോയ് ചെയ്യാൻ വേണ്ടി. മറ്റേ വിനീത് ഉണ്ടല്ലോ, തങ്കപ്പച്ചേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണ് പറഞ്ഞു, ഞാൻ സീൻ കണ്ടില്ല, ഓർമ്മയില്ല. അപ്പൊ ഞാനിങ്ങനെ ഡിമ്മും ബ്രൈറ്റ് അടിച്ചിട്ട് അതൊക്കെ അങ്ങനെ ഞാനിങ്ങനെ ഇപ്പൊ ഇത് ഒരു ട്രാഫിക് സിഗ്നൽ എത്തിയപ്പം ഈ കാർ നിർത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്ക് സൈഡ് എടുത്തതാക്കിയോ? അല്ലല്ല, ട്രാഫിക്കിൽ നിർത്തി. ഞാൻ ഇങ്ങനെ ഡിമ്മും ബ്രൈറ്റ് ഒക്കെ അടിച്ച് അങ്ങനെ അടുത്തെത്തി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അടുത്തെത്തി ലൈസൻസ് പ്ലേറ്റ് നോക്കിയപ്പോ നമ്മളെ കാറല്ല, കനേഡിയൻസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു റൈറ്റ് എടുത്ത് പോയി. നീ നീ വണ്ടി ഓടിക്കുമ്പോ ബാക്കിൽ ഒരാൾ ഇങ്ങനെ ഡിമ്മും ബ്രൈറ്റ് ഇങ്ങനെ ആയിട്ടുള്ള ഫീൽ അല്ലത്. അതായത് നാട്ടിലുണ്ട് ചിലവര് നമ്മളണ്ട് സൈഡ് കൊടുത്താലും ഇത് ഇവരങ്ങോട്ട് പോവൂല, അങ്ങനെ ഡിമ്മ് ഇതാക്കിയതാക്കും. പിന്നെ സൗദിയിലായ ടൈമില് ഹൈവേയില് ഡിമ്മാണല്ലോ മെയിന്. എന്നിട്ട് എന്റെ ഉപ്പന്റെ കൂടെ പോകുമ്പോഴേ നമ്മള് പീസ്ഫുൾ ആയിട്ട് പോവായിരിക്കും, അതില് ബാക്കിൽ നിന്ന് ഏതേലും അറബിയൊക്കെ വന്നാണ്ട് ഇങ്ങനെ ഡിമ്മടിക്കും. ഇപ്പൊ കണ്ട് ദേഷ്യം പറിച്ചിട്ട് ഇപ്പൊ സൈഡ് കൊടുക്കും, എന്നിട്ട് ഇവരാണ്ട് മുന്നിക്ക് കയറും, ബാക്ക് പോയിട്ട് അങ്ങനെ ഡിമ്മടിക്കും. ഒരു ബാഡ് ബോയ് ആയിരുന്നു, ഇപ്പൊ ഒരു ബാഡ് ആസ്. ഈ കുതിരന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കുതിര സ്റ്റോറി ഉണ്ട്. നീ അത് പറഞ്ഞു, നീ ഈ 18 റേസ് ജയിച്ച കുതിര എന്ന് പറഞ്ഞില്ലേ, കുതിരകൾ കുറെ തോൽക്കാൻ തുടങ്ങിയാൽ ഇവരെന്താ ചെയ്യാറിയോ? കൊല്ലും. യാ, കാരണം മറ്റേ ഫഹദ് ഫാസിൽ വില്ലനായിട്ടുള്ള ഒരു പടം ഉണ്ടല്ലോ തമിഴില്, അതിന്റെ പേരും കോർമയിലൊക്കെ ഉള്ള, അതില് പട്ടി റേസ് കൊണ്ട് തോറ്റപ്പോ കൊണ്ട് കൊന്നു. അതെ. പക്ഷെ ഞാൻ കേട്ട കൊല്ലാന്നല്ല, ഇവര് ആ ഹോഴ്സിനെ പിന്നെ ഫാമിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലോട്ട് അതിനെ ഡീമോട്ട് ചെയ്യുന്ന ഞാൻ കേട്ടത്. പക്ഷെ എനിക്കറിയില്ല, ഞാൻ കേട്ടത് കൊല്ലും എന്നാണ്. എനിക്ക് ചിലപ്പം ഈ റേസ് ഹോഴ്സസ് ചിലപ്പോ ഫാമിങ്ങിന് നന്നായി വരൂല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം ഈ ഭയങ്കര വലിയ ഏറ്റവും വലിയ ഗാങ്സ്റ്റേഴ്സ് അല്ലെ രാജാക്കന്മാരെ ബ്ലൈൻഡേഴ്സിലൊക്കെ ഉണ്ട്. രാജാക്കന്മാരെ ചിലപ്പോ കുതിരകളൊക്കെ കാരോ ചിലപ്പോ റേസ് കൊണ്ട് തോറ്റ ആ ദേശത്തിൽ അഭിമാനം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ. എനിക്ക് ഒരു ഹോഴ്സിനെ കുറിച്ചൊരു സ്റ്റോറി ഉണ്ട്. എന്താന്ന് വെച്ചാല് എനിക്ക് കുതിരനോട് കുതിരനോട്
ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ഒരു ഇൻട്രസ്റ്റ്, ഒരു ഇച്ചിരി പോലും സ്വപ്നത്തിൽ പോലും എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 12ാം ക്ലാസ് പഠിച്ചപ്പോ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പീരീഡിന് ഒരു പോം ഉണ്ടായിരുന്നു. അപ്പൊ ഏതാ പോം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്റെ ഇംഗ്ലീഷ് ടീച്ചർ ഫർഹാന മാം ഇതിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. മുപ്പത്തിയാർക്ക് ഒച്ച വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു മൈക്കൊക്കെ വെച്ചിട്ടായിരുന്നു മുപ്പത്തിയാറ് ക്ലാസ് ഒക്കെ എടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചാരിയിരുന്നു. ഇംഗ്ലീഷ് പീരീഡ് ഒരു ഫ്രീ പീരീഡ് നമ്മൾ കണ്ടിരുന്നത്. ഒരു ഫ്രീ പീരീഡ്. ഞാൻ സയൻസ് എടുത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും കമ്പ്യൂട്ടർ ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. ആകെ ഇംഗ്ലീഷ് മാത്രം എനിക്ക് റിലാക്സേഷൻ ഉള്ള ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് മാത്രമേ. മലയാളമൊക്കെ എന്റെ ഉമ്മ പഠിപ്പിച്ച സബ്ജക്ട് എന്നൊക്കെ പറയണല്ലേ. അപ്പൊ ഞാനിങ്ങനെ നമ്മളിങ്ങനെ അപ്പൊ ഈ ടീച്ചർ പറഞ്ഞേ, നിങ്ങൾക്ക് എല്ലാവർക്കും കുതിരനെ ഓട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേന്ന് വെച്ച്. അപ്പൊ ഞാൻ അങ്ങനെ സൈഡ് കുതിരൻ ഏത് വകേല് ടീച്ചർ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടില്ലേ ഒരു പ്രാവശ്യമെങ്കിലും കുതിരമെങ്ങനെ ഓടിക്കണം എന്ന്. കുതിര. അപ്പൊ ഞാൻ അങ്ങനെ മനസ്സില് ഈ ലോകത്ത് ലംബോർഗിനിയും ഫെറാറിയും ബുഗാട്ടിയും ഒക്കെ ഉണ്ടാകും, എന്തിനാ കുതിരനെ ഓടിക്കണ്ടേ? അതൊക്കെ പഴഞ്ചകാലം. ആർക്കാ കുതിരനെ ഓടിക്കേണ്ട ആവശ്യമുള്ളതെന്നൊക്കെ മനസ്സ് വന്നു. പക്ഷെ എനിക്ക് അതുപോലെ അതായത് അത്രത്തോളം എനിക്ക് കുതിരനോടൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ കാനഡ വന്നു. ഇവിടെ കുറെ കുതിരകളുണ്ട്, സെമീർ ഉൾപ്പെടെ. അൻസലിനെ പറഞ്ഞിരുന്നു, പക്ഷെ പാവന്റെ ചെക്ക എന്നെ വിട്ടുപോയി. അപ്പം അങ്ങനെ ഇവിടെ കുറെ കുതിര. അപ്പോഴും എനിക്ക് മനസ്സിൽ കുതിരനോടൊരു താല്പര്യമൊന്നും വന്നില്ല. പിന്നെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങിയപ്പോ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തില് ഞാൻ ബാക്ക് ടു സൗദി അറേബ്യയിൽ എന്റെ ഫ്ലാറ്റിൽ ഞാൻ താമസിക്കാം. എനിക്കൊരു കറുത്തൊരു കുതിര ഉണ്ട് സ്വന്തമായിട്ട്. ഫോർച്യൂണർ നിർത്തിയെടുത്ത കുതിര അല്ല, ഫോർച്യൂണർ നിർത്തിയെടുത്തല്ല. അപ്പോ എനിക്കൊരു കറുത്ത കുതിര ഉണ്ട്. ഈ കുതിര ഞാനും വല്ല ഒരു ടെലിപാത്തിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പോലെയാണ്. അതായത് ഞാനും കുതിര അത്രയും ക്ലോസ് ആണ്. അങ്ങനെ ഞാൻ ഈ കുതിര ഇങ്ങനെ ഓടിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ നിന്നിരുന്ന ഫ്ലാറ്റിൽ ലിഫ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റെപ്പ് കയറില്ലായിരുന്നു 2 ഫ്ലോറ്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഈ സ്വപ്നത്തില് ഞാൻ ഈ കുതിരനായിട്ട് ഹൈ സ്പീഡില് അങ്ങനെ തന്നെ ഹൈ സ്പീഡില് ഞാൻ 2 ഫ്ലോർസ് ഇങ്ങനെ കുതിച്ച് പായും. അങ്ങ് കുതിരൻ അങ്ങനെ ഓട്ടുക. 2 ഫ്ലോർ സ്റ്റെപ്പ് ഇറങ്ങുക. സ്വപ്നല്ലേ, എന്തും നടക്കാലോ. അതെ. അപ്പൊ ഞാൻ അങ്ങനെ 1 സ്പീഡ്. പക്ഷെ ആ സ്വപ്നം അങ്ങനെ കാണുകയാണെങ്കിലും പൊതുവെ എനിക്ക് സ്വപ്നം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് സ്വപ്നമാണ്. എനിക്ക് റിയൽ ആയി തോന്നി. എനിക്ക് ലിറ്ററലി ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോ ആ കുതിരനെ ഞാൻ ഇറങ്ങും, ആ കാറ്റ് എന്റെ മുഖത്ത് മുടിയിലും വീശിയത് വരെ എനിക്ക് ഓർമ്മ കിട്ടുന്നു. അതെ. അപ്പൊ അങ്ങനെ എന്നിട്ട് എന്റെ അഡ്രനലിന് ഞാൻ അതിങ്ങനെ ഓടിക്കുമ്പോ എന്റെ അഡ്രനലിൻ ഇങ്ങനെ കേറിയ പോലെ. എന്നിട്ട് ഞാൻ അത്രക്ക് റിയൽ ഡ്രീമാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ സ്വപ്നത്തിൽ നിന്ന് അങ്ങനെ ഉണർന്നപ്പോ ഇത് റിയൽ അല്ല എന്നിട്ട് അറിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് അങ്ങനെ ഒന്നും സങ്കടം വരാത്തതാ, പക്ഷെ ഇത് ഞാൻ അത്രക്ക് റിയൽ ആയി പോയി. അങ്ങനെ ഒരു കണക്ഷൻ ഒക്കെ വന്നു. അന്നത്തെ ദിവസം മുതല് തള്ളു കേട്ട് ഫ്ലാഗ് വരെ വീണു. പയ്യത്തള്ളുക അത് ഹാങ് ചെയ്ത സീനില്ല. അന്നത്തെ ദിവസം മുതല് എനിക്ക് കുതിരനെ ഓട്ടണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇവിടെ കുറെ സ്ഥലത്തുണ്ട്, നമ്മൾ കുറച്ച് പൈസ കൊടുത്താല് കുതിരന്റെ മുകളിൽ ഇങ്ങനെ ടൂറിസം പോലെ ജസ്റ്റ് അവര് കുറച്ചിങ്ങനെ വട്ടത്തിൽ നടത്തും, എന്നിട്ട് പിന്നെ പോകും. പക്ഷെ എനിക്കതല്ല. എനിക്ക് ഞാൻ ആ സ്വപ്നത്ത് കണ്ട പോലെ ഇങ്ങനെ പണ്ടത്തൊക്കെ ഇങ്ങനെ വലിയ ഒരു വോറിയർ യോദ്ധാവിനൊക്കെ പോലെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചു പോകണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. തൽക്കാലം എനിക്കിപ്പോ ഹെൽത്ത് ഇൻഷുറൻസ് ചെറിയൊരു കാര്യം പറയട്ടെ, ഞാൻ കുതിരനെ ഒറ്റക്ക് സ്പീഡിൽ ഓടിച്ചാണ്. നിന്റെ സ്റ്റോറി പറയും. അപ്പം കുതിരനായിട്ട് കുറെ സ്റ്റോറീസ് ഉണ്ട്. ഒരു ചെറിയൊരു ഇൻസ്റ്റന്റ് സ്റ്റോറി പറയുകയാണെങ്കിൽ, പണ്ട് തായ്ഫ് പോയ ടൈമില് അവിടെ കുതിര ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് നമ്മള് തായ്ഫ് പോകുമ്പോ തന്നെ അറിയാലോ, നമ്മള് ഫാമിലി സൗദിയില് ഒരു ഊട്ടിയായി അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്റ്റേഷൻ. നല്ല തണുപ്പ്, അതായത് സൗദിയിൽ ജിദ്ദയിലൊക്കെ ചൂടുന്ന് രക്ഷപ്പെടാന് പോകുന്ന ഒരു സ്ഥലം.
അപ്പൊ തായ്ഫിൽ പോകുമ്പോ പൊതുവെ എങ്ങനെയാ വെച്ചാൽ കാർപ്പറ്റൊക്കെ ആയി പോയി ഫുഡൊക്കെ ആയിട്ട് പോയി ഒരു പിക്നിക് മൂഡിലാണ് തായ്ഫൊക്കെ പോവാ. അപ്പം പേരൻസും ഞങ്ങളെ കൂടെ വന്ന ഫാമിലിയൊക്കെ കാർപ്പറ്റൊക്കെ ഇട്ടിരിക്കുക. അപ്പൊ കുതിര ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പനോട് ഇങ്ങനെ ഇപ്പൊ ഒരു 5 റിയാല് ഞാൻ കുതിരനെ അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇനിയിപ്പൊ അതൊക്കെ വേണോന്നൊക്കെ പ്ലീസ് ഇപ്പൊ ഒരു 5 റിയാൽ അങ്ങനെ ഇപ്പൊ തന്ന് അങ്ങനെ 5 റിയാലായിട്ട് കുതിരന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഇയാള് എനിക്ക് തോന്നണ മൂപ്പര് അന്നത്തെ കളക്ഷനും ഡെയിലി കളക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി കിട്ടിയാലും ഇല്ലെങ്കിലും വേണ്ട എന്നൊക്കെ ഉള്ള രീതിയിലേക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി ഇതാക്കിയ മൂപ്പരിങ്ങനെ ഒരു വേണം, അതായത് മൂപ്പര ആവശ്യം പോലെ ഇന്റെ ആവശ്യമല്ല മൂപ്പര ആവശ്യം പോലെ ഇപ്പൊ ഓടിപ്പിക്കണല്ലോ ഭയങ്കര ഇതാക്കിയിട്ട് അവസാനം മൂപ്പര് എന്നെ കുതിരമെ കേറ്റിപ്പിച്ച് എന്നിട്ട് മൂപ്പര് എന്നോട് പറഞ്ഞ് മൂപ്പര് അറബിയിൽ എന്നോട് ഇങ്ങനെ പറയാ. അപ്പൊ എനിക്ക് കുറെ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത്. അതായത് സാധാരണ നമ്മൾ ടൂറിസം പ്ലേസസ് ഒക്കെ പോകുമ്പോ ഇവരിങ്ങനെ കൂടെ ഇങ്ങനെ നടന്നു വന്നാണ്ടാണ് ഇതാക്കാതെ. പക്ഷെ മൂപ്പര് എന്നോട് പറഞ്ഞ് 2 ലാഷ് തന്ന് ഇത് ഇങ്ങനെ ആക്കിയാ കുതിര റൈറ്റ് പോവും, ഇങ്ങനെ ആക്കിയാ ലെഫ്റ്റ് പോവും, ജസ്റ്റ് മെല്ലെ ഹോൾഡ് ചെയ്ത്, അതായത് ഇങ്ങനെ അയച്ചു വിട്ടാല് കുതിര നടക്കും, മെല്ലെ ബാക്കൊക്കെ ഇങ്ങനെ ഫേം ആയിട്ട് ഹോൾഡ് ചെയ്താൽ കുതിര നിൽക്കും, ഒന്നും കൂടി ഇതാക്കിയാലും കുതിര വീല് ചെയ്യും. ഇതാണ് ഇതിന്റെ കൺട്രോൾസ്. സ്പീഡ് പോണെങ്കിൽ ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഹൈ ഹൈ ഹൈ. ഇത് എന്റെ സ്വപ്നത്തിനേക്കാളും റിയലിസ്റ്റിക് ആയല്ലോ. സ്പീഡ് പോണെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് സൗണ്ട് ഉണ്ടാക്കുമ്പോ സ്പീഡ് പോകും. അതാണ് സംഭവം. അപ്പൊ ഞാന് മൂപ്പരോട് ഓക്കെ, കാരണം മൂപ്പർക്ക് മദ്യായിന്. അപ്പൊ ഇനി കുതിരനെ കൊണ്ടുപോവേ എന്തെങ്കിലും ചെയ്തോട്ടെയാണ്. പിന്നെ ഈ കുതിരൊക്കെ ട്രെയിൻഡ് ആയിരിക്കും. അപ്പൊ ഇവരെ ആ ഒരു ബൗണ്ടറീസ് എത്തുമ്പോ നമ്മള് കൺട്രോള് ഇങ്ങോട്ടാക്കിയാലും ഇവര് തിരിയും. നമുക്ക് കട്ടെടുത്തോണ്ടാൻ കഴിയൂല. GTA നമ്മള് എന്താ വെള്ളത്തിൽ പിന്നെ ബാക്ക് തിരിയും അതേമാതിരി. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി ഇങ്ങോട്ട് ആദ്യമൊക്കെ മൂപ്പര് ഇങ്ങനെ ഫോളോ ചെയ്ത് തന്നു. പിന്നെ മൂപ്പര് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ റൈറ്റിക്കൊക്കെ ഇങ്ങനെ ഇപ്പൊ റൈറ്റിക്കൊക്കെ പോകുന്നുണ്ട്, ലെഫ്റ്റിക്കൊക്കെ നല്ല രസമുണ്ട്. അത് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യാം. എന്നിട്ട് പിന്നെ അങ്ങനെ ലൂസാക്കിയപ്പോൾ ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മെല്ലെ ഇങ്ങനെ ആക്കിയപ്പോൾ ചെറിയ സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ആ സ്പീഡിൽ പോകണം വെപ്രാളൊക്കെ കൂടി ആയപ്പോ എനിക്ക് സ്റ്റോപ്പിന്റെ ആ സാധനം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ലിറ്ററലി സീനങ്ങനെ പാണ്ടിപ്പടയല്ല, എന്റെ പേരൻസും ഫാമിലിയൊക്കെ ഇവിടെ ഇങ്ങനെ കാർപ്പറ്റൊക്കെ ഇട്ട് ഫുഡൊക്കെ അങ്ങനത്തെ. ഞാനിങ്ങനെ കുതിരമേല് ലിറ്ററലി ഇവിടെ എന്റെ ഫാമിലിക്കാണ് ഓരോ മുന്നിക്കൂടെ ഞാൻ അങ്ങനെ അപ്പത്തിന് കുതിരന്റെ ആളൊക്കെ ബാക്കിൽ ഓടാനൊക്കെ തുടങ്ങിട്ടോ. കുതിരനെ പിടിക്കാന് ഞാനിങ്ങോട്ട് ഇതിന്റെ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ ഹാങ് ആയി നിന്ന് അവസാനം കുതിര സ്ലോ ആയപ്പോ ഞാൻ വീണ്. പക്ഷെ വീട് എന്റെ ഫാമിലി കണ്ടില്ല. അപ്പൊ ഞാൻ അപ്പുറത്തെ സൈഡിൽ കെട്ടി തിരിഞ്ഞു നോക്കുമ്പോ നീ പോയി. മറ്റേ സ്പീഡുള്ള ഒരു സാധനം ഇങ്ങോട്ട് പോവില്ല, അതേമാതിരി എന്റെ സൗണ്ട് ആ ഒരു സൗണ്ട് ആയിരുന്നു. അങ്ങനെ ഞാൻ വീണ് എനിക്ക് അന്നത്തോളം മതിയായി എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാന് പിന്നെ ഫാമിലിന്റെ അടുത്തെത്തിയപ്പോ ഞാൻ പിന്നെ വീണോന്ന് പറഞ്ഞില്ല, മോശമല്ല. ഞാൻ അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നിർത്തി, ഞാൻ ഇറങ്ങി പോകുന്നതൊക്കെ ഉള്ള രീതിയിൽ ഞാൻ എന്താക്കി. അത് ചെറിയ ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞു തരാൻ കാരണം എന്താ വെച്ചാല് എന്റെ കാക്ക ഭയങ്കര കുതിര സ്നേഹിയാ. സമീറിന്റെ കാക്ക അമീർ സയാനി. ഒന്നാമത് എന്താന്ന് വെച്ചാല് റിലീജിയസ് വൈസ് കുതിര ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെ കുതിര ഓടിക്കണത് നബി ചെയ്തിരുന്ന ഒരു കാര്യമാണ്, സുന്നത്താണ്. റിലീജിയസ് വൈസ് ഇതിന് കുറെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹോഴ്സ് റൈഡിങ് പറഞ്ഞാൽ ഒരു ഫുൾ ബോഡി എക്സസൈസ് പോലെയാ. നമ്മളെ തല ഒഴിച്ച് ബാക്കിയുള്ള ബോഡിന്റെ എല്ലാ ഭാഗവും നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിൽ ഇളകും. അതായത് ഹോഴ്സ് റൈഡിങ് നമുക്ക് ഒരു ലെജർ ആക്ടിവിറ്റി പോലെയല്ല, നമ്മൾ ആക്ച്വലി ടയേർഡ് ആവും ഹോഴ്സ് റൈഡിങ്ങിലൂടെ. അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഒക്കെ കാരണം ഇവന് അതിന്റെ ഒരു പിടിച്ചു, ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവന് ഏതോ ഒരു ട്രെയിനർ അടുത്തൊക്കെ പോയി അയാൾക്ക് എന്തൊക്കെ പൈസ ഒക്കെ കൊടുത്ത് അയാളെ കമ്പനിയൊക്കെ ആക്കി ഇവൻ കുതിരൊക്കെ ഓടിക്കാൻ പഠിച്ചു. കുതിര ഓടിക്കാൻ പഠിച്ചു. അങ്ങനെ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒരാളൊരു കുതിരനെ വാങ്ങി. ഇവൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവൻ എന്നോട് ഇടക്ക് വന്ന് പറയും, കാരണം ആ ടൈമിൽ ഞാൻ പഠിക്കുക കോളേജിലാ. അപ്പൊ എനിക്ക് മാസം കുറച്ച് പൈസ അയച്ചു കൊടുക്കും, എനിക്ക് മാസം കുറച്ച് പൈസ അയച്ചു കൊടുക്കും. അപ്പൊ ഇവ ഇങ്ങനെ എന്നോട് വന്നാണ്ട് പറയും, നമ്മള് മാസം 2500-3000 ഓരോ ആൾക്കാർ മാറ്റിച്ചാൽ നമുക്കൊരു
കുതിരനെ അവിടെ വാങ്ങാനും മാസം 5000 ഉറുപ്പ്യാണ് അതിന്റെ ചെലവും ഇതൊക്കെ. ഞാൻ അങ്ങനെ ഓനെ നോക്കിയിട്ട് ഇപ്പൊ വേണ്ട. കാരണം ഇവനെ അറിയണോണ്ട് ഞാൻ പറയാണ്, ഇപ്പൊ മേടിക്കും. ഒരു 2 മാസം കഴിയുമ്പോ പിന്നെ ആ കുതിരനെയും വേണ്ടിയല്ലോ, എനിക്ക് ഒന്നും വേണ്ടിയല്ല. അങ്ങനത്തെ ഒരു പ്രതീകമാണ്. അങ്ങനെ ഇതൊക്കെ ആയി. അങ്ങനെ ഇവന് ഭയങ്കര കമ്പം പിടിച്ച ടൈമാ. ആ ടൈമിലാണ് ഞങ്ങളൊരു നെയ്ബർ കുതിരനെ മേടിക്ക, അയാള് എവിടുന്ന് കൊണ്ടുവരിക, അങ്ങനെ എന്തോ ചെയ്തു. അപ്പം ഇവനും കുതിര ഓടിക്കാൻ അറിയല്ലോ. അപ്പൊ അതായത് ഇവന്റെ ഹെൽപ്പ് മൂപ്പർക്കും വേണേനും പഠിക്കാനൊക്കെ. അങ്ങനെ ഇവന് നാട്ടിലെ കുതിര ഓടിക്കാൻ അറിയുന്ന ഒരേ ഒരു വ്യക്തി. അതെ. അങ്ങനെ ഇവന് ഇത് മറ്റേ മൂപ്പരെ പഠിപ്പിക്കും. അങ്ങനെ എല്ലാ വൈകുന്നേരം ഈ കുതിരനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് ഓടിക്കണമൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഞാനിതേമാതിരി ഇവ ഉണ്ടല്ലോ ഉള്ളത്. ഇങ്ങോട്ട് ഇവ എനിക്ക് പറഞ്ഞൊക്കെ തന്നു. അതായത് നമ്മൾ കുതിര ഓടിക്കുമ്പോ നമ്മൾ ശരിക്കും റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇരുന്നാല് നമ്മള് വീഴും. അപ്പം ആ കുതിര ഇങ്ങനെ ലോഡ് അതിനനുസരിച്ച് നമ്മളും കുതിരന്റെ മോശം അനുസരിച്ച് നമ്മളും ബോഡി ആക്ഷൻ ഇങ്ങനെ ഇട്ടാലാണ് കുതിരന്റെ ഇത് വരിക. പിന്നെ നമ്മള് ഇപ്പം ഞാനും ഓടിക്കുകയാണ്, നീയും ഓടിക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്കും ചിലപ്പോ സെയിം സാഡില്, അതായത് കുതിരന്റെ മേത്തിടുന്ന ആ ഇരിപ്പിടം ഉണ്ടല്ലോ, അത് രണ്ടുപേർക്കും സെയിം ചിലപ്പം ചേർച്ചാവൂല, അൺകംഫർട്ടബിൾ വരും. അപ്പൊ ഇവരിട്ട സാഡില് എന്റെ കാക്കൊക്കെ മൂപ്പർക്കൊന്നും പ്രശ്നമില്ല, പക്ഷെ എനിക്ക് വലിയൊരു സുഖമില്ലായിരുന്നു. ഇപ്പൊ സാഡില് പ്രശ്നമായ എന്താന്ന് വെച്ചാല് നമ്മൾ സ്പീഡിൽ പോകുമ്പോ കുതിര ഇങ്ങനെ പോവല്ലേ, ഞാനും അതിനനുസരിച്ച് ഇങ്ങനെ പോഷല്ലേ. അപ്പൊ നമ്മളെ ഈ ഒരു ജനറ്റിക്കൽ പാർട്ടിന്റെ അവിടെയൊക്കെ ഭയങ്കര ഒരു വേദനയും ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഇടങ്ങേറാണ്. പിന്നെ അങ്ങനെ ഇതായിട്ട് അങ്ങനെ ഞാൻ കാക്കന്റെ ഒരു സൂപ്പർവിഷനിലാണ് കുതിര ഇങ്ങനെ സ്പീഡില് ഓടിക്കാനൊക്കെ പഠിച്ചത്. പിന്നെ കുതിരന്റെ കുറെ ഫാക്ട്സ് ഉണ്ട്. അതായത് ഇവര് കയറ്റുള്ളടത്താണ് ഇവര് സ്പീഡിൽ ഓടുക, ഇറക്കമുള്ളടത്ത് ഇവര് നടക്കുകയെ ചെയ്യുള്ളൂ. നമ്മൾ സാധാരണ ഓപ്പോസിറ്റ് അല്ല ചിന്തിക്കും, മനുഷ്യന്മാരെ തിരിച്ചാണല്ലോ. അങ്ങനെ ഇതുണ്ട്. പിന്നെ 4 മണിക്കൂർ 5 മണിക്കൂർ ഓൺ ആൻ ആവറേജ് ഒരു ഹെൽത്തി കുതിരക്ക് വിത്തൗട്ട് റെസ്റ്റ് ഓടാൻ പറ്റും. 4-5 മണിക്കൂർ. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ എനിക്ക് കുതിര ഓട്ടാനുള്ള ആഗ്രഹം കൂടി വരും. വ്ളോഗ് ചെയ്യാ. അതെ, ഞാൻ വ്ളോഗ് ചെയ്യാൻ, ഞാൻ ഇത് ചെയ്യണേ വ്ളോഗ് ചെയ്യണം വിചാരിച്ചാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്ത് വെച്ചത്. പിന്നെന്ന് വെച്ചാല് ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു ശരാശരി മനുഷ്യന് ബ്രീത്തിങ് അല്ല, നമുക്കൊരു വാക്കിംഗ് എങ്ങനെയാണോ അതേപോലെയാണ് കുതിരക്ക് റണ്ണിങ്. അതായത് അതിന്റെ ഒരു നോർമലൈസ് സംഭവമാണ് ഇങ്ങനെ ഓടുക എന്നുള്ളത്. അതിനൊരു പ്രശ്നമില്ല, ഒരു കാർഡിയോ കിങ് ആണ്. പിന്നെ ക്യാരറ്റ് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഇതിന്റെ മെയിൻ. എന്തോ പോട്ടെ. കുതിര മീറ്റ് കഴിക്കോ? മീറ്റ് എനിക്ക് അറിയില്ല, ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് കടന്നില്ല. അങ്ങനെ ഇതായിട്ട് എന്റെ കാക്ക ഭയങ്കര കമ്പം മൂത്ത് കാര്യമായിട്ട് നാട്ടില് പണിയൊന്നും ഇല്ലാത്ത ടൈമില് ഏതോ കൊല്ലോ എവിടോന്നായിട്ട് അവിടെ ഒരു ഫാമില് കുതിര പഠിപ്പിക്കാന് കുതിരനെ നോക്കാനൊക്കെ ഒരു ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കണ്ട്. അപ്പൊ കാക്ക ഫുള്ള് സെറ്റായി. എന്റെ ഡ്രീം ജോബ് കുതിരകൾക്കിടയിലുള്ള രീതിയില് കാക്ക പോയി. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോഴേ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ വരുമായിരിക്കും എന്നുള്ള രീതിയില് അങ്ങനെ അപ്പൊ പോയി. ഇപ്പൊ അങ്ങോട്ട് പോയി. ആദ്യമൊക്കെ നല്ല ആവേശം ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ വരെ അങ്ങോട്ട് മതിയായി. കാരണം അവിടെ പറഞ്ഞാ ഈ കുതിരനെ ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കുറെ ഇത്, പിന്നെ പിള്ളേരെ പഠിപ്പിക്കുക, മൊത്തത്തിൽ നല്ല ഹാർഡ് വർക്ക്. അതിൽ പിന്നെ അതേപോലെ ആസ് യൂഷ്വൽ ഒരു 2 ആഴ്ച 1 മാസം എന്തോ കഴിഞ്ഞപ്പോ കാക്ക തിരിച്ചു വന്ന്. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് നീ പറഞ്ഞത്, അതായത് അവിടെ അമീർ സയാനി കുറെ ദൂരത്തേക്ക് ഏതൊരു സ്ഥലത്ത് കുതിരനൊക്കെ നോക്കാൻ വേണ്ടി പോവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വാവ്, ആരും ചൂസ് ചെയ്യാത്തൊരു കരിയർ, ഒരു അൺകൺവെൻഷണൽ കരിയർ പാത്ത്. വാവ്, പ്രൗഡ് ഓഫ് ഹിം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഇതായി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സെമീറിനോട് ചോദിച്ചാ എന്താണ് അമീർ സയാനിന്റെ വിശേഷം എന്നാണ്. സെമീർ പറഞ്ഞു അമീർ സയാൻ 2 ആഴ്ച മുന്നേ തിരിച്ചെത്തിയാണ്. ആളൊരു പാവാണ്, ഒരു സാധുവാണ്. എല്ലാതും ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാ. കുറെ ആൾക്കാര് കുറെ കാൽക്കുലേറ്റ് ചെയ്ത് കുറെ ഓവർ തിങ്ക് ഒക്കെ ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യില്ല. ചില ആൾക്കാര് ഇതേപോലെ അങ്ങനെ ആ ഒരു മൂഡ്. എന്റെ കാക്കൊക്കെ ഫിഷിങ് ട്രൈ ചെയ്യാനുള്ള ഒരു മൂഡ് വന്നേ. അപ്പൊ സാധാരണ നമ്മളെ നാട്ടിലുള്ള ആൾക്കാര് ഫിഷിങ്ങിനൊരു ഇത് വന്നാല് ഒന്നെങ്കിൽ അങ്ങാടി പോയിട്ട് മറ്റേ
ഫൈബറിന്റെ വയർ ഇങ്ങനെ ഒരു കാർബോർഡ് കെട്ടിയിട്ട് ഒരു കൊക്കൊക്കെ ഉള്ള ഹുക്കുള്ള കിട്ടും. എന്നിട്ട് നമ്മളെ മണ്ണൊക്കെ ഇങ്ങനെ ഇതാക്കി അതിന്ന് മണ്ണീരൊക്കെ സെറ്റാക്കി അല്ലെ തേങ്ങന്റെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അവിടെ കൊണ്ടുപോയി കുളത്തിലൊക്കെ കൊണ്ടുപോയി ഇടുക. ഇങ്ങനെയാണ് ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യുക ഫിഷിങ്ങിന്റെ ആള്. സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 അല്ലെങ്കിൽ നാട്ടിലെ പിള്ളേരെ പോലെ വടിമേല് മറ്റേ ചൂണ്ടൽ ഇതാക്കിയിട്ട് നാട്ടിലെ വല്ല തോട്ടിലോ അല്ലെങ്കിൽ പാലത്തിന്റെ മുകളിലൊക്കെ പോയി ഇങ്ങനെ ഇട്ടുന്ന ഇങ്ങനെ ഇതൊക്കെയാണ് ഒരു ശരാശരി ഒരു മലയാളി ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്റെ കാക്ക ഇവന് ഫിഷിങ് ചെയ്യണം. ഇവ ആദ്യം തന്നെ ഫ്ലിപ്കാർട്ട് എടുത്തിട്ടെ 5000 ഉറുപ്പ്യന്റെ ചൂണ്ടൽ അങ്ങോട്ട് ഓർഡർ ചെയ്ത് അങ്ങോട്ട് ഇപ്പം 5000 ചൂണ്ടലൊക്കെ മേടിച്ച്. അപ്പം സംഭവം അടിപൊളി സാധനം. ഐ അഗ്രി. മറ്റേ നമ്മള് ടോം ആൻഡ് ജെറിയിലൊക്കെ വരും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആ സാധനമാണ്. പക്ഷെ ഇവന് ഇതേപോലെ ഒരു 2-3 ദിവസമൊക്കെ പോയി. അപ്പൊ ഈ ഫിഷിങ് പറഞ്ഞാല് ഭയങ്കര പേഷ്യൻസ്, ഭയങ്കര ബോറിംഗ് ആണ്. ഈ ഫിഷിംഗ് ആൾക്കാർ മെയിനായിട്ട് പോകാൻ എന്താ, അവര് വേറൊരാളെ കൂട്ടി പോകും. ഇപ്പൊ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ നല്ലൊരു കൺവെർസേഷന് പോവാം. പിന്നെ എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ മീനിനെ കിട്ടിയാൽ കിട്ടിയെന്നുള്ള. ഞാൻ കേട്ടത് മീനിടാൻ നിൽക്കുകയാണെങ്കിൽ ഇവരൊക്കെ സംസാരിക്കാതെ നിൽക്കും. കാരണം നമ്മളെ ഭൂമിയിലുള്ള വോയിസ് റേഡിയേഷൻസ് വെള്ളത്തിക്ക് നല്ല ഇതാവും. വോയിസ് ഇതാവുമ്പോ ഈ മീനുകൾ അങ്ങോട്ടേക്ക് വരില്ല. അപ്പൊ ഇവരൊക്കെ, കാരണം ഞാൻ നാട്ടിലെ ചെക്കന്മാരുടെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ അതിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ മീനാളൊരു ഇതൊക്കെ കാണുകയാണെങ്കിൽ അല്ല അങ്ങനെ ഉണ്ടാക്കാനൊക്കെ പറയും. ആ ഒരു ലോജിക്ക് വെച്ചാൻ പറഞ്ഞത്. അങ്ങനെ ഇവ അതേപോലെ തന്നെ ഒരു 3-4-5 പ്രാവശ്യമൊക്കെ പോയി. ഒരു പ്രാവശ്യം ഒരു മീനൊന്നും കിട്ടിയില്ല. പിന്നെ അവന് ഗിവപ്പ് ചെയ്ത് ആ ചൂണ്ടൽ അങ്ങനെ സൈഡില്. എന്നിട്ട് ഞാൻ ഇടക്കിടക്ക് എന്റെ ബാങ്ക് ബാലൻസ് ഒക്കെ ലോ ആകുമ്പോ കാക്കനോട്, കാക്ക ചൂണ്ടല നമുക്ക് OLX ഇട്ടാലോ? എനിക്ക് മീൻ പിടിക്കാൻ പോവാ. ഞാൻ പിന്നെ ഇതേപോലെ മാസാവസാനം സാലറി ഒക്കെ കഴിഞ്ഞതാകുമ്പോ, കാക്ക ചൂണ്ടല നമുക്ക് OLX ഇട്ടാലോ? അങ്ങനെയൊക്കെ നാട്ടിലൊരു ലൈഫ് സ്റ്റൈൽ കാക്കൻ്റെ കൂടെ. ചെക്കനിപ്പം സൗദിയിലാണ്. ഗോയിങ് ടു ബി എ ഡാഡ് ഇൻഷാല്ലാ. എടാ നമ്മളെ വോയിസിനില്ലേ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ എനിക്കറിയാം. ഒരു പോഡ്കാസ്റ്റ് ഞാൻ കേൾക്കിരുന്നു. അപ്പൊ ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞ അയാളെ വോയിസിന് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതാണ് ഇയാളുടെ വരുമാന മാർഗം. ഈ വോയിസിന് എന്തെങ്കിലും സംഭവിച്ചാൽ എത്ര $1 മില്യൺ എന്തോ കിട്ടുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ലെവലിലുള്ള പോഡ്കാസ്റ്റ് അവിടെ നിന്ന് മാത്രം. ജയസൂര്യന്റെ ഒരു മൂവി ഉണ്ട്, ഇവൻ റേഡിയോ ജോക്കി ആയിട്ട്. അപ്പൊ അവന്റെ പീക്കിലാ, കരിയറിന്റെ പീക്കിലാ. പക്ഷെ അവന് ഭയങ്കര സിഗരറ്റ് വലി ഉണ്ട്. അങ്ങനെ ഇവന് ബെസ്റ്റ് RJ ഉള്ള അവാർഡൊക്കെ കിട്ടുട്ടോ. അങ്ങനെ അവന്റെ കരിയറിന്റെ പീക്കിൽ ഇവൻ സ്റ്റേജ് വന്ന് അവാർഡ് വാങ്ങിയിട്ട് പ്രസംഗിക്കാൻ പറയില്ലേ, അതിൽ മൈക്ക് കണ്ടിട്ട് സംസാരിക്കുമ്പോ സൗണ്ട് വരൂല. അവനാകെ എന്തോ മാതിരിയായി ഇതാവും. എന്നിട്ട് പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും അയ്യാ സ്ട്രെസ് ഉണ്ടാവും പറയും. പക്ഷെ ഡോക്ടറെ അടുത്ത് പോയി നോക്കുമ്പോ വലിച്ച് എന്റെ വോക്കൽ കോഡിന്റെ എന്തോ ഇതിന് കംപ്ലൈന്റ് ഒന്നും ഇവന് വോയിസ് നഷ്ടപ്പെട്ട് ഫോറെവർ. അതായത് വോയിസ് കൊണ്ട് ജീവിച്ച് പീക്കിലെത്തിയ ഒരാൾക്ക് വോയിസ് നഷ്ടപ്പെട്ടു. ഞാൻ 9ാം ക്ലാസ് പഠിച്ചപ്പോ ആണ് എനിക്ക് പ്യൂബർട്ടി ഹിറ്റ് ആയത്. എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. സാധാരണ പെമ്പിള്ളേർക്കല്ലേ ഞാൻ പറയാം. ഞാന് സ്കൂളില് ഡിസ്ട്രിക്ട് ലെവൽ ഡിബേറ്റ് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവൽ ഡിബേറ്റിലേക്ക് പോവാൻ നിന്നപ്പോ എന്റെ വോയിസ് ചേഞ്ച് ആയി. എന്നിട്ട് ആ ടൈമിലായിരുന്നു ഫുള്ള് പ്രാക്ടീസും കാര്യങ്ങളും ഈ സ്പീച്ചസിന്. എന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോ എന്റെ വളരെ സോഫ്റ്റ് വോയിസിന് കുറച്ചുകൂടി ഒരു ഹാർഡ് ആയിട്ടുള്ള വോയിസ് ആയി. എന്നിട്ട് എന്റെ ആ വോയിസ് മോഡുലേഷൻ ഇതൊക്കെ ഫുള്ള് മാറി. എന്നിട്ട് എനിക്ക് അത് കീപ്പപ്പ് ചെയ്യാൻ, എനിക്ക് പിന്നെ വോയിസിന് ഭയങ്കര സ്ട്രെയിൻ ആയി. എന്നിട്ട് ഞാൻ പോയി ഡോക്ടറിനെ കാണിച്ചു. അത്രക്ക് സീരിയസ് ആയിരുന്നു എനിക്ക് ഈ ഡിബേറ്റ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു എന്റെ വോയിസ് ഞാൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ടേ, ഒരാഴ്ചത്തേക്ക് വളരെ മിനിമലായി സംസാരിക്കാൻ പറ്റൂന്നാണ്. വോയിസിന് റെസ്റ്റ് വേണമെന്നാണ്, വോയിസ് റെസ്റ്റ് വേണമെന്ന്. പക്ഷെ എനിക്ക് 9ാം ക്ലാസ്സില് എന്നിട്ട് വോയിസ് റെസ്റ്റ് ഒന്നും നടക്കില്ലായിരുന്നു. കാരണം പ്രാക്ടീസിന്റെ ജെഫ്രി നമ്മളൊരു സീനിയർ ലെവലിൽ ജെഫ്രി പറഞ്ഞ സ്റ്റുഡന്റ് റെപ്രസെന്റ് ചെയ്ത. ജെഫ്രി വേറെ ലെവൽ ലീഗ് ആയിരുന്നല്ലേ. ജെഫ്രി വേറെ ലീഗ് ആയിരുന്നു. പിന്നെ ജെഫ്രിന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ ഉണ്ടായിരുന്നു മെർലിൻ. അവളും അടിപൊളിയായിരുന്നു. അതെ, എനിക്കിപ്പോഴും ജെഫ്രിന്റെ സ്പീച്ചിന്റെ സ്റ്റാർട്ട് ഓർമ്മയുണ്ട്. സം are born great, some achieve greatness, and some have greatness thrust upon them. അങ്ങനെ സ്റ്റാർട്ടിങ് ചങ്ങായി നൈസായിരുന്നു. ജെഫ്രി താജ്
അതെ, അപ്പൊ നമുക്ക് ചിലപ്പോ വേണമെങ്കിൽ വോയിസ് ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ആ എടുത്തൊക്കെ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ. അതെ. സയാന്, നീ നിന്റെ ലൈഫിൽ എന്തെങ്കിലും ഒപ്പന കളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒപ്പനന്റെ ഭാഗമായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അതെ, ഞാന് നാട്ടില് ഒരു 3 വർഷം പഠിച്ചിരുന്നു. LKG UKG 1ാം ക്ലാസ്സും. അപ്പൊ ഞാൻ UKG പഠിക്കുന്ന ടൈമില് ഒപ്പന ഉണ്ടായിരുന്നു. അപ്പൊ ഒപ്പനക്ക് സാധാരണ അത് ഭയങ്കര കാഷ്വലായി പറഞ്ഞു. നമ്മളെ കുറെ ലിസണേഴ്സിന് അത് അറിയണ്ടാവില്ല നീ നാട്ടിൽ പഠിച്ച കാര്യം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഞാൻ പല പഴയ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദ തിങ് ഈസ്, ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് സൗദി അറേബ്യയിലായിരുന്നു. അങ്ങനെ 2 വയസ്സ് ഞാൻ സൗദിയിലെ ആ ലാവിഷായ ഗോൾഡൻ തുലിപ്പിലൊക്കെ ഇങ്ങനെ കിടന്നായിരുന്നു ഞാൻ വളർന്നിരുന്നത്. പക്ഷെ എന്റെ മോം ഡാഡ് ദേ യൂസ് ടു വർക്ക്. പിന്നെ ഒരു 4 ചുവരുകൾക്കുള്ളിലായിരുന്നു എന്റെ ജീവിതം. പണം കൊണ്ട് ഞാൻ സമ്പന്നനായിരുന്നെങ്കിലും ഞാൻ അവിടെ ലോൺലി ആയിരുന്നു. അപ്പം ലോങ് സ്റ്റോറി ഷോർട്ട് എന്താന്ന് വെച്ചാല്, ഞാൻ 2 വയസ്സ് വരെ അവിടെ സൗദിയിൽ നിന്ന്. പക്ഷെ സൗദിയിലെ ഒരു ഇതെന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് നെയ്ബേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നെയ്ബേഴ്സിനായിട്ട് അത്ര കണക്റ്റഡ് ഒന്നും ആവില്ല. പിന്നെ പ്രത്യേകിച്ച് അത്ര ചെറുപ്പത്തിലുള്ള ഒരു കുട്ടിക്ക് സൗദിയിലൊക്കെ നിൽക്കാന്ന് ചിലപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് മിസ്സായേക്കാം എന്നുള്ളത് വരും. അപ്പം എന്റെ ഉമ്മാക്കും 2 വയസ്സുള്ള കുട്ടിക്ക് നെയ്ബേഴ്സ് ആയിട്ട് കമ്പനി ആവാനൊന്നും പറ്റില്ലല്ലോ. അല്ല, 2 നെയ്ബേഴ്സ് ആയിട്ട് കമ്പനി ആവണല്ലോ, പിള്ളേര് വേണം. നാട്ടിലായാല് കുട്ടികളെല്ലാരും വൈകുന്നേരം കളിക്കാൻ പോവാ. അങ്ങനെ ചൈൽഡ്ഹുഡ് നാട്ടില് റിച്ച് ആണ്. പക്ഷെ സൗദിയിൽ അവിടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബീങ് ഓണസ്റ്റ് എല്ലാത്തിനും അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അപ്പൊ കോൺസിൽ പെട്ടതാണ് സൗദിയിൽ ചൈൽഡ്ഹുഡ് ഭയങ്കര ഒരു സ്കൂളിൽ പോകുന്ന വരെ ഉള്ള ഒരു ഏജ് ഭയങ്കര ഇതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഉമ്മയും വർക്ക് ചെയ്യണോണ്ട് ഇവർക്കും തന്നെ ഫുള്ളി അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്ത് എന്റെ ചൈൽഡ്ഹുഡും എന്റെ കാക്കന്റെയും ചൈൽഡ്ഹുഡ് സേവ് ചെയ്യാന് ഞങ്ങളെ ഉമ്മന്റെ മദറിന്റെ അടുത്ത്, അതായത് ഗ്രാൻഡ് മദറിന്റെ അടുത്ത്, എക്സാക്ട്ലി മറ്റേ പാണ്ടിപ്പടയിലുണ്ടല്ലോ, അവളുടെ പേര് ഫസ്റ്റ് അക്ഷരം മീന്നാണ്, 2ാമത്തെ അക്ഷരം രാന്നാണ്, മീര. എന്തോ ആവട്ടെ. അപ്പം ഞങ്ങള് ഗ്രാൻഡ് മദറിന്റെ കൂടെ വന്നിട്ടാണ് 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെ, എന്റെ 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. അപ്പൊ 6 വർഷം നാട്ടിൽ, 6 വർഷം ഞാൻ നാട്ടിലായിരുന്നു. ഇത് എനിക്ക് പോലും അറിയില്ലായിരുന്നു. യു ആർ ടുഡേ ഇയേഴ്സ് ഓൾഡ്. അങ്ങനെ 6 വർഷം നാട്ടിൽ വന്നപ്പോ LKG നഴ്സറി, അതായത് കിൻഡർ ഗാർട്ടൻ, നഴ്സറി, ഞങ്ങൾ നാട്ടിലായപ്പോ നഴ്സറി ആയിരുന്നു. ഞാൻ പിന്നെ സൗദിയിലെ തിരിച്ചെത്തിയതിന്റെ ശേഷമാണ് ഇത് കിൻഡർ ഗാർട്ടൻ. അങ്ങനെ നഴ്സറി, LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, ഇത് 4 ഞാൻ നാട്ടിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് 2nd സ്റ്റാൻഡേർഡ് മുതലാണ് തിരിച്ച് ഞാൻ പേരൻസിന്റെ അടുത്തേക്ക് പോയി അവിടെ സ്കൂളും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് സമ്പന്ന ജീവിതത്തിലേക്ക്. അതെ. അപ്പം ഈ ഒരു 6 ഇയേഴ്സ് എനിക്കൊരു ട്രയൽ പീരീഡ് ആയിരുന്നു. അങ്ങനെ നാട്ടില് ഞാൻ എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ സ്കൂളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറെ പരിപാടികൾ, ഇവന്റ്സും എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ ഞാൻ എല്ലാ ഇവന്റിലും ഉണ്ടായിരുന്നു. അങ്ങനെ സാധാരണ ഒരു ഒപ്പന ഉണ്ടാവുമ്പോ ഒപ്പനയിൽ ഒരു പുതിയാപ്പിളും പുതിയെണ്ണും ഉണ്ടാവും. അപ്പൊ പുതിയാപ്പിളനെ പൊതുവെ നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ട് നല്ല ലുക്ക് പറഞ്ഞ പോലെ നല്ല വെളുത്താരെങ്കിലും നല്ല വെളുത്ത നല്ല തുടുതുടുപ്പുള്ള നല്ല കവിളൊക്കെ ഉള്ള ഒരു ക്യൂട്ടായിട്ടുള്ള കുട്ടികള്. പക്ഷെ അധികം പെർഫോമൻസ് ഒന്നും ഇല്ലാതെ വെറുതെ അവിടെ ഇരിക്കാനുള്ള പുതിയാപ്പിളൊക്കെയാണ് ഏറ്റവും ലീസ്റ്റ് റോള്. അപ്പൊ വെറുതെ അവിടെ ഇരിക്കുക, അങ്ങനത്തെ കുട്ടികളെ ചൂസ് ചെയ്യാം. പക്ഷെ ആ ഒപ്പനയില് ഞാനേനു പുതിയാപ്പിള. വൈ ആ ഒരു ചോദ്യാണ്. ചോദ്യങ്ങൾ ചോദിക്കണം. അതെ. അപ്പൊ വൈ എന്താന്ന് വെച്ചാല്, ഈ ഒപ്പന ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇനിയും, അതായത് പുതിയാപ്പിളനെയും പുതിയെണ്ണായിട്ടുള്ള കുട്ടികളെ കൊണ്ട് നിർത്തും. ഞാനാണെങ്കിൽ UKG പഠിക്കുന്ന ടൈമില് ബർത്ത്ഡേക്ക് ഉമ്മ നാട്ടിക്ക് വന്നിരുന്നു. അപ്പൊ ഉമ്മ എനിക്ക് നല്ലൊരു ഷർവാണിയൊക്കെ മേടിച്ചു. ഞാൻ ഈ ഷർവാണിയൊക്കെ ഇട്ട് മറ്റേ കഴുത്തിലൂടെ അതൊക്കെ ഇട്ടിട്ട് ആ ടൈമിലാണ് മറ്റേ ഷറാപ്പ് പോലെ ആ പാട്ടൊക്കെ റിലീസ് ചെയ്തത്. അൻവർ സാദത്ത് ഈ ഷർവാണി അതൊക്കെ ഇൻസ്പയർഡ് ആയതാണ് ഉമ്മക്ക് മേടിച്ചു തന്നൊക്കെ. അങ്ങനെ ഈ ഷർവാണി കിട്ട് ഞാൻ അങ്ങനെ പുതിയാപ്പിളൊക്കെ ആയിട്ട് നിൽക്കാണ്. പുതിയെണ്ണായിട്ട് ഒരു കുട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്തിനാ എന്നെ പുതിയാപ്പിളായിട്ട് ചൂസ് ചെയ്ത വെച്ചാല്, നമ്മള് ഈ ഒപ്പന ആദ്യം ഇങ്ങനെ നോർമലായിട്ട് കളിക്കും. പിന്നെ ഒപ്പന ഇങ്ങനെ കളിച്ചാ മൂർച്ഛിച്ച് നിൽക്കുന്ന ടൈമില്
പുതിയാപ്പിളാണ്ട് എണീക്കും. ഗംഗം സ്റ്റൈൽ. പുതിയാപ്പിളാണ്ട് എണീച്ച് പുതിയണ്ണിനെ നോക്കിയാണ്ട് അമ്മായിന്റെ മോളെ ഞാൻ നിക്കാഹെ ചെയ്ത് ആകെ കുഴപ്പത്തിലായി. അത് ഫുൾ ആക്ഷൻ സോങ് ആയിട്ട് ഞാൻ കളിക്കുന്നത്. അവൾ കാലത്ത് എണീക്കില്ല മുറ്റമടിക്കില്ല പല്ലും കൂടി തേക്കൂലേ. ഇതാണ് ഇന്റെ റോള്. അപ്പൊ ഈ റോളിനും വേണ്ടിയിട്ടാണ് ഇന്നെ പുതിയാപ്പിളാക്കിയത്. വേറെ പിള്ളേർക്കൊന്നും ഇത് സ്കില്ല് ഉണ്ടാവൂല. അങ്ങനെ എന്നെ പുതിയാപ്പിളാക്കി. അന്ന് ഇങ്ങോട്ട് പുതിയണ്ണായിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി അന്ന് കേട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ എന്റെ പുതിയ ഈ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിൽ എന്നെ ഇൻഫിൽട്രേറ്റ് ചെയ്തു. പിന്നെ ആ ടൈമില് ഞാന് നാട്ടിൽ താമസിച്ച ടൈമില് ഞാൻ എന്റെ ഗ്രാൻഡ് മദറിന്റെ കൂടെയും ഉമ്മന്റെ യങ്ങസ്റ്റ് സിസ്റ്ററിന്റെ കൂടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഐ മീൻ വളർന്നത്. അപ്പൊ ഉമ്മന്റെ യങ്ങസ്റ്റ് സിസ്റ്റർ അന്ന് +1 10th ഇപ്പത്തെ ടീനേജ് ഗേൾസ് ഒരു ദുൽഖർ സൽമാനൊക്കെ ഫാന്റസൈസ് ചെയ്യണ പോലെ അന്ന് കുഞ്ചാക്കോ ഫാന്റസൈസ് ചെയ്ത് ഹാർട്ട് ത്രോപ്പ് മറ്റേ കൈരളിയില് കസ്തൂരിമാനൊക്കെ വരികയാണെങ്കിൽ ഇരുന്ന് കാണും. അനിയത്തിപ്രാവിലെ പാട്ടൊക്കെ ഇടും. അങ്ങനെ മറ്റേ പരിപാടിയൊക്കെ വരുമ്പോ മറ്റേ SMS ഒക്കെ അയക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ ഒരു പീക്കിലായിരുന്നു. പീക്ക് ടീനേജ് ഏജ്. അപ്പൊ ഞാന് എന്റെ ഉമ്മന്റെ അനിയത്തിന്റെ കൂടെ ഇരുന്ന് ഈ അനിയത്തിപ്രാവ്, നിറം ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണലായിരുന്നു ചെറുപ്പത്തില്. അപ്പൊ എനിക്ക് അന്നേ ഈ ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് കൺസെപ്റ്റ് അങ്ങ് മനസ്സില് എനിക്കൊരു ഗേൾ ഫ്രണ്ട് അന്നേ അങ്ങ് ഇൻഫിൽട്രേറ്റ് ആയിന്. അങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഞാനിങ്ങോട്ട് എന്റെ ഒറിജിൻ സ്റ്റോറി പല കഥകളും കേൾക്കുമ്പോഴാണ് മനസ്സിലാവുക. അങ്ങനെ ഞാന് മറ്റേ ഈ കുട്ടിക്ക് മറ്റൊരു ഹാൻഡ് മെയ്ഡ് ഇങ്ങനെ വള പോലത്തെ സാരൊക്കെ ഉണ്ടാക്കിയാണ് കൊടുത്തിട്ടോ. എന്നിട്ട് ഈ കുട്ടി ഇത് ടീച്ചറോടൊക്കെ പോയി പറഞ്ഞു റിപ്പോർട്ട് ചെയ്തു. ടീച്ചർ വന്നാട്ട് ടീച്ചറൊക്കെ ചൂടായി. എന്താ വിചാരിച്ചേ, നിങ്ങൾ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ലല്ലോ, അതെ ഇത് ഒപ്പനക്കുള്ള പുതിയ എണ്ണ അല്ലാതെ ശരിക്കുള്ള പുതിയല്ല അതൊക്കെ പറഞ്ഞിട്ട് ടീച്ചറൊക്കെ ചൂടായി. അങ്ങനെ ആ ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തോ സെക്കൻഡോ അങ്ങനെ എന്തോ കിട്ടി ഒപ്പനക്ക്. അങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് ഞാൻ കോളേജിലെത്തി. കോളേജ് ഫസ്റ്റ് ഇയർ. എത്ര വർഷങ്ങൾക്ക് ശേഷം? അതെ, ഞാൻ UKG എന്ന് പറയുന്നത് 2006. ഞാന് കോളേജിൽ എന്ന് പറയുന്നത് 2019. 13 വർഷത്തിൽ എന്തൊക്കെ സംഭവിക്കാം. 13 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോളേജിലെത്തി. ഞാന് ആ ഒരു ലിറ്ററൽ NRI കിഡ്. പിന്നെ ഇങ്ങനെ മലയാളമൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പിന്നെ ചില അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ അവിടെ ഒരു സൗദി എന്നുള്ള ഒരു ചെക്കനൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ഒക്കെ ഇങ്ങനെ വരിക. അതില് എന്റെ അപ്പുറത്തെ ക്ലാസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്നോട് വന്നാണ്ട് ചോദിച്ച് സമീർ റോഷനല്ലേ ചോദിച്ചു. അത് നമുക്ക് പോഡ്കാസ്റ്റ് ഒന്നും ഇല്ല, ഇതെന്റെ ശരിയാ പോഡ്കാസ്റ്റിന് മുന്നേ. അതെ, ഇത് ശരിക്കും സമീർ റോഷനല്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ മനസ്സിലായി ചോദിച്ചു. അപ്പൊ ഞാൻ വീണ്ടും മുഖത്തോട്ട് നോക്കി, ഒരു ക്ലൂ ഇല്ല. വെറുതെ അതേ അവസ്ഥ. തപ്പി തടയേണ്ട വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു. അതിൽ ആ കുട്ടി പറഞ്ഞ് നമ്മള് LKG UKG ഒരുമിച്ച് സ്കൂളിൽ ഒരുമിച്ചതിന് പോയിനെ, നമുക്ക് ഓർമ്മയില്ല ആ ഒപ്പനൊക്കെ കളിച്ചത്. ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കാം, എനിക്കിങ്ങനെ അവിടെയും ഇവിടെ ഇങ്ങനെ കുറച്ച് പസിൽസ് ഒക്കെ ഇങ്ങനെ മാച്ചായി. കുട്ടികൾ പറഞ്ഞ് അന്ന് ഒപ്പനക്ക് ഞാനല്ലേ എന്റെ പുതിയണ്ണായിട്ട് ഞാനെ കിട്ടിയ മോനെ വാട്ട് എ റീയൂണിയൻ. ഇങ്ങോട്ട് നമ്മള് ഫുള്ള് ചിരിച്ച് കളിച്ച് സംസാരിച്ചു. ഇങ്ങോട്ട് ഓളെ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ ഒക്കെ പോയി പറഞ്ഞാണ്ട് ഇത് നോക്ക് സമീർ റോഷൻ നിന്റെ കൂടെ UKG പുതിയാപ്പിളായിട്ടുണ്ട് കളിച്ചെന്നൊക്കെ പറഞ്ഞു ഭയങ്കരത്. അങ്ങനെ പിന്നെ ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളൊക്കെ കല്യാണത്തിനൊക്കെ പോയിനു. പക്ഷെ അത് വളയും കൊടുത്തിരുന്നോ? ഇല്ലല്ല, പിന്നെ ബുദ്ധി വെച്ചല്ലോ, ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഓൾറെഡി കല്യാണം ഉറപ്പിച്ച കുട്ടിയായിരുന്നു നമ്മൾ സംസാരിക്കുമ്പോ. അപ്പം അങ്ങനെ നൈസ് രീതിയിൽ ഭയങ്കര റിയൂണിയൻ ആയിട്ട്. ആരാ ഗസ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? 13 വർഷത്തിന് ശേഷം സമീർ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട്. അതെ, ഞാൻ എന്തായാലും ഒരു ബുക്ക് എഴുതും. ബുക്ക് എഴുതാനുള്ള എല്ലാ അർഹതയുണ്ട്. അതെ,
ആ ഒരു നോട്ടിൽ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ എപ്പിസോഡിന് അല്ലെങ്കിൽ പോഡ്കാസ്റ്റിനെ കുറിച്ച് പറയുന്ന, നമുക്ക് സബ്സ്ക്രൈബേഴ്സും വാച്ച് അവേഴ്സും ഒക്കെ കൂടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് ആക്കാൻ, ഞങ്ങളുടെ പോഡ്കാസ്റ്റ് സെറ്റൊക്കെ ഒന്ന് കൂടി ഡെവലപ്പ് ചെയ്യാൻ. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കമന്റ്സ് ഇടാം. നമുക്കിപ്പോൾ കമന്റ്സ് ഒക്കെ കൂടി വരുന്നുണ്ട്. കമന്റ്സ് ഒക്കെ നമ്മളെല്ലാം വായിക്കുന്നുണ്ട്, എല്ലാം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ അത് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ടൈം ആൻഡ് ടെമ്പറേച്ചർ, എനിക്കറിയാം നമ്മുടെ OG ലിസണേഴ്സിന് ഇത് വേണമെന്നറിയാം. സോ നമ്മൾ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ രാത്രി 12:45 സമയം, 1 മണിയാകാറായി. നമ്മളുടെ ഈ കോമൺ ഫ്രെയിം സെമീറിന്റെ ഈ ക്യാമറ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ നിയാസ്കന്റെ ക്യാമറയാണ്. നിയാസ്ക കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാണ് ഈ ക്യാമറ ഒന്ന് തിരിച്ചു കിട്ടാൻ. നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാണ്. ഒരു ക്യാമിയോ ചെയ്യണോ? വേണ്ട. ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 വെറും 0 ഡിഗ്രി സെൽഷ്യസ് സ്നോയിങ് ആണ് കാണിക്കുന്നത്. സോ ദിസ് ഹാസ് ബീൻ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സമീർ റോഷൻ സൈനിങ് ഓഫ്. ആൻഡ് സയാൻ സാക്കിർ, പീസ് ഔട്ട്. ഇങ്ങനെ വരും നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ. ഇതാണ്ട് കഴിയുമ്പോളേ പൃഥ്വിരാജ് ഇങ്ങനെ വന്നാണ്ട്, നിന്നെ കണ്ട കടലുകൾ പോലെ മയിലായി മഴ കൊണ്ടതുപോലെ തനനോ തിനനോ. ഞാൻ അൻവറിലെ മലുക്കല്ലോ പൃഥ്വിരാജ്. പകൽ പോലെ പോലെ പോലെ. ഫ്ലാഷ് ഇട്ടില്ല. Set. Let's go. Rolling.